ഈ ശുശ്രൂഷയെ ശ്രദ്ധിക്കുകയും കേൾക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഇതിന് സമീപത്തുള്ള പ്രിയപ്പെട്ടവർ, ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, വാഹനം ഓടിക്കുന്നവര്, സമീപവാസികളായ പ്രിയപ്പെട്ടവർ, വിശേഷിച്ച് ഇതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വണ്ടി പിടിച്ചും നടന്നും ബന്ധപ്പെട്ടുമൊക്കെ ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് വന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മാന്യ ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയില് വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രി ഇങ്ങനെ ഈ സ്ഥലത്ത് യേശുവിനെ സാക്ഷിപ്പാൻ ഒരവസരം ലഭിച്ചതിനാല് ദൈവത്തിന് മഹത്വം. ഇവിടെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇതിന് സമീപ സ്ഥലത്ത് പലയിടങ്ങളിലും വന്ന് കർത്താവിനെ സാക്ഷിപ്പാൻ ഇടയായിട്ടുണ്ട്. വിശേഷിച്ച് ബഹുമാനപ്പെട്ട പോത്തച്ചൻ പാസ്റ്റർ, അദ്ദേഹത്തെ അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്, സാബു പാസ്റ്ററുടെ പിതാവ്, കർത്താവിൻ്റെ ദാസി ലീലാമ്മ, ആ കുടുംബം, വിശേഷിച്ച് കുന്നേലെ കുടുംബത്തിലെ മിക്ക പ്രിയപ്പെട്ടവരും, മറ്റ് അനേക ദൈവമക്കളെ പരിചയമുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ ഈ കണ്ണൂര്, ഇരട്ടി, ഉളിക്കല് ഈ ദേശത്ത് വരുമ്പം പോത്തച്ചായനെ വിളിക്കുക പതിവാ. എന്നാൽ ഈ ദിവസങ്ങളിൽ അങ്ങ് വളരെ തിരക്കായി പോയി. ഇടയ്ക്ക് ഞാൻ ഓർത്ത് വിളിക്കണമെന്ന് ഒത്തില്ല. ഇന്ന് വരുമെന്ന് ചിന്തിച്ചില്ല, യോഗം കഴിഞ്ഞ് വിളിക്കണം. അപ്പൊ അദ്ദേഹം വന്നു, കണ്ടു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ ആദരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മകനെ കർത്താവിന്റെ വലിയൊരു ദാസൻ സാബു വർഗീസ് അവർകളാണ് സ്റ്റേറ്റ്സിലായിരിക്കുന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒക്കെ അദ്ദേഹത്തിന്റെ കൂടെ പാർക്കുവാനും ശുശ്രൂഷിപ്പാനും ദൈവം ധാരാളം അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഇത്തരണത്തിൽ ഓർക്കുന്നു. ഇവിടെ ശ്രീകണ്ഠാപുരത്തൊരു സാറിന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പാർത്ത് ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. അവിടെ IPC അങ്ങനെ പലയിടങ്ങളിലും അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റ് മുഖവരകൾ ഇനി അധികം ദീർഘമാക്കുന്നില്ല. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളോട് വന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ പറ്റി കർത്താവിൻ്റെ ദാസൻ വിളിച്ച് ഓർപ്പിച്ചു. അന്ന് മുതൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഇടയായി. ഈ ദിവസങ്ങളിലൊക്കെ വളരെ തിരക്കും യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ട്. ശരിയായി പറഞ്ഞാൽ ഒരു 3-4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ശരിക്ക്. ഇന്നലെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് അല്പം ബന്ധപ്പെട്ടു. അതിൻ്റെ തലേന്നുമൊക്കെ അമ്പൂരി കൺവെൻഷനായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം വളരെ ബന്ധപ്പാടുണ്ട്. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കൃപയാലും ദൈവം ശക്തീകരിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം. യാത്രയുടെ അല്പ ക്ഷീണമുണ്ട്. രാവിലെ 7 മണിക്ക് വണ്ടിയെ കയറിയതാണ്. നിങ്ങൾക്കറിയാം, യാത്രയിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഈ സമയത്ത് എത്തിച്ചേരുവാൻ ദൈവം കൃപ നൽകി. ഇന്ന് രാത്രിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ചില കാര്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ നാളെ വൈകിട്ടും ദൈവവചനം ശുശ്രൂഷിപ്പാനാണ് പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലെ കർത്താവിന്റെ ദാസന് കൂടി വിലപ്പെട്ട ആലോചനകൾ, സുവിശേഷത്തിന്റെ ദൂതുകൾ ദൈവം കൽപ്പിച്ചു. അതിനോട് ചേർന്ന് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചിന്തിച്ച് ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെയും ദൈവവചനത്തിൽ നിന്ന് വേറൊരു നിലയിൽ നമുക്ക് ദൈവവചനം ചിന്തിക്കാം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 തിരുവെടുത്തുകളാണല്ലോ. ഒരിക്കൽ കൂടി ബഹുമാന്യ കർത്തദാസൻ വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്തോടെ വായിച്ചു. കുഴപ്പമില്ല, പതുക്കെ മതി, ഞാനൊന്നും പോവുകയല്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല.
ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാന്നോ? അല്ലേലിയ ഉറക്ക, അല്ലേലിയ പറ. ഉച്ചയോടെ ഒന്ന് ഉറക്കം ശബ്ദമുണ്ടോ? അതിമനുജനാം ആദാമിൽ കൂടല്ലോ, 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 പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. എനിക്ക് വായിക്കുകയല്ലായിരിക്കും. ആദ്യം ഹാർമോണി ഇടാൻ പറ്റുമോ? ശ്രുതി പതുക്കെ കുറച്ച്. ആദിമനുജനാദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിലാകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമതി മകൾ പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. ഒരു കാര്യം മൈക്ക് ഓപ്പറേറ്റ് നമ്മുടെ പേര് അപ്പോളേ മുസ്തഫ ഒരു കാര്യം ചെയ്യണം. ഞാൻ പാടുമ്പം എന്റെ ശബ്ദം മേളിൽ നിൽക്കണം. ശബ്ദമൊന്നും കൊള്ളുകയല്ല, എന്നാലും മേളിൽ നിൽക്കണം. ഇതെല്ലാം താഴെ നിൽക്കണം. പിന്നെ ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കുമ്പോൾ ഇച്ചിരി കൂട്ടിക്കോണം. എന്നെ നോക്കണേ. നമ്മൾ ഇന്നും നാളെ ഒരു ധാരണ നിൽക്കണം, ഇല്ലേ പരുവക്കേടാകും. അതിമനുജനാം ആദാമിൽ കൂടല്ലോ, അതിമനുജനാം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ആദിമനുജനാം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീടുകൾക്ക് വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. മൂന്നുപത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, മൂന്നുപത്തിൽ സ്നാനം, മൂന്നരയിൽ വേല. മൂന്നുപത്തിൽ സ്നാനം, മൂന്നരയിൽ വേല, മൂന്നുപത്തിൽ സ്നാനം, മൂന്നരയിൽ വേല. ഇങ്ങനെ പൂതലെ സഞ്ചരിച്ചു നാഥൻ. മൂന്നുപത്തിൽ സ്നാനം, മൂന്നരയിൽ വേല. ഇങ്ങനെ പൂതലെ സഞ്ചരിച്ചു നാഥൻ. പാടിപ്പലാതെ വേലകൾ ചെയ്തു താൻ പൂതപിജായി തലയെ തകർത്ത പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ.
പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട 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 വെള്ളത്തല മൂടി വെള്ളയാൻ പഞ്ഞി പോൽ പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാൻ പഞ്ഞി പോൽ വെള്ളോട്ടുള്ള തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാൻ പഞ്ഞി പോൽ പൊൻവിളകേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയാൻ വെള്ളോട്ടുലാതന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പൂറെറിവാനുള്ള പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25, 26 തിരുവെടുത്തുകളാണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടത്. ബഹുമാന്യ കർത്തദാസൻ വായിച്ച് സഹായിച്ചത്. ആ തിരുവെടുത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എന്റെ ശൈലിയിൽ അങ്ങ് പറയുക, മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണം. ഇന്ന് രാത്രി അതാ വിഷയം. മരിക്കാതിരിക്കാൻ, അല്ല മരിക്കാൻ ആർക്കും താല്പര്യം ഇല്ലല്ലോ. നമ്മളൊരു പാട്ട് കേട്ടില്ലേ, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. നിങ്ങളാരും കേട്ടിട്ടില്ല. മാത്യു കേട്ടിട്ടുണ്ടോ? എങ്ങനെയാ അത്? അതാ ആ പിച്ച. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ ഇന്ന് രാത്രി നമ്മുടെ വിഷയം അതാ, മരിക്കാതിരിക്കാൻ എന്നാ ചെയ്യണമെന്നുള്ളതാ. ഇവിടെ നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പറയും. നാളെ രാത്രി അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ ദൈവമക്കൾക്കോടും ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25, 26 തിരുവെടുത്തുകളാണ്. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുന്ന മാർഗമല്ല, ആളെ കൂട്ടുന്ന മാർഗമല്ല, അഭിപ്രായങ്ങളെല്ലാം കൂടെ വിളമ്പുന്ന ഒരു വേദിയല്ല. തത്വ സംഹിതകൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ അത് പറയുന്നതല്ല.
ബഹളവും വെപ്രാളവും ഒച്ചപ്പാടും ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ഇതിനകത്ത് കാണും. ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയുടെ പേര് വലിപ്പപ്പെടുത്തി കാണിക്കുന്നതല്ല. ഞങ്ങള് ഇത്ര ആളുണ്ടെന്ന് ആൾബലം കാണിക്കുന്നതല്ല, കായബലം കാണിക്കുന്നതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ഇതെല്ലാം ക്രൈസ്തവരായ വിശേഷിച്ച് ദൈവമക്കളായ പ്രിയപ്പെട്ടവർക്ക് മനപ്പാടമാ. നിങ്ങൾക്കിതെല്ലാം അറിയാം. പിന്നെ നിങ്ങളിങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. തെറ്റുന്നുണ്ടോ ഒക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം. എന്നാലാവും വിധം ഒപ്പിക്കാനാ ഞാനും നിൽക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷം യേശു ക്രിസ്തു. വിശുദ്ധ തിരുവെഴുത്തിൽ അങ്ങനെ തന്നെ പറയുന്നത്. പൗലോസിൽ ഞാൻ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. സുവിശേഷം ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചല്ല. ഒരു സംഘടനയ്ക്കോ ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സുവിശേഷം. സുവിശേഷം മുഴു ലോകത്തിനും ആവശ്യമാണ്. സൂര്യൻ ഉദിക്കുന്നത് ഒരു കൂട്ടർക്ക് വേണ്ടി അല്ലല്ലോ. സുവിശേഷം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ്. നാം ശ്വസിക്കുന്ന ശ്വാസം, വായു, അത് ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മുഴു ലോകത്തിനും. ഇതുപോലെ സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഈ സുവിശേഷത്തെ തകർത്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ, പിഴുതെറിയുവാൻ ആൾക്കാരൊക്കെ കച്ചകെട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും വരും. ഇതുകൊണ്ട് തീർന്നെന്നൊന്നും ആരും ധരിക്കരുത്. പക്ഷേ സുവിശേഷത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, കോട്ടം സംഭവിക്കത്തുമില്ല. കാരണം ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഇത് ഉയർത്ത മാർഗമാണ്. എന്റെ വീട്ടുകാരിൽ മിക്കവരും കമ്മ്യൂണിസ്റ്റുകാരാ. എന്റെ പിതാവും ഉപ്പാപ്പനുമല്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൊച്ചിലെ ചിലതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പാടുന്നൊരു പാട്ടുണ്ട്, അതൊന്ന് കടമെടുക്കുക. പെറ്റമണ്ണിൽ പണിക്കട്ടു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പാടുക. പെറ്റമണ്ണിൽ പണിക്കട്ടു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പെറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പണ്ടു പണ്ട് നാടുവാഴി തമ്പുരാക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്ന്. പണ്ടു പണ്ട് നാടുവാഴി തമ്പുരാക്കായി നമ്മൾ തണ്ടുവലിച്ച് മണി മഞ്ച ചുമന്ന്. നമ്മളൊന്നാണ് പാടാ, നമ്മളൊന്നാണ്, നമ്മളൊന്നാണ് പാടാ, നമ്മളൊന്നാണ്.
അപ്പൊ ശ്രദ്ധിക്കുക, അതിനകത്ത് ഒരു വരിയുണ്ട്. പെറ്റമണ്ണിൽ പണിയെടുത്ത് ചത്തൊടുങ്ങിയ തലമുറ. സുവിശേഷം ചത്ത് ഒടുങ്ങി തീർന്നതല്ല, സുവിശേഷം ഉയർത്തു വന്ന മാർഗമാണ്. സ്തോത്രം. ജനിച്ചു, അവിടുന്ന് ജീവിച്ചു, അവിടുന്ന് മരിച്ചു, അവിടുത്തെ അടക്കി, അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തു ജീവിക്കുന്നു. അതുകൊണ്ടായി സുവിശേഷത്തെ തകർക്കാൻ നോക്കിയിട്ട് ഒക്കാത്തത്. ഇത് ചത്തടിഞ്ഞ് മണ്ണോട് മണ്ണായ മാർഗമല്ല, ഇതൊന്നും ജീവിക്കുന്ന മാർഗമാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടായി ഈ സുവിശേഷം അതിന്റെ വെന്നിക്കൊടി പാറി ഇന്നും പരിലസിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഇത്ര എണ്ണത്തിനെയും ചുട്ടു വന്നാലും ഈ മാർഗം തകരുകയല്ല. മുക്കിനിട്ട് ഇടിച്ച് കൊല്ലാൻ നോക്കിയാൽ നടക്കുന്ന കേസല്ല. ചാകും, ആളൊക്കെ ചാകും, പക്ഷേ സുവിശേഷം ഉയർന്നു വരും. ഇത് ജീവിക്കുന്ന മാർഗമാണ്. സുവിശേഷത്തോട് കിടപിടിച്ചാണല്ലോ പല കാര്യങ്ങളും നന്നായി വന്നിട്ടുള്ളത്. പണ്ട് കാലത്ത് അയിത്തമുള്ള കാലമുണ്ട്. തമ്പുരാക്കന്മാരുടെ വീട്ടിൽ കയറാനോ പോകാനോ ചെല്ലാനോ മിണ്ടാനോ മൃഗലിക്കാനൊന്നും അനുവാദമില്ല, മുറ്റത്ത് പോലും കയറ്റുകയില്ല. പണ്ട് കാലത്ത് ഭക്ഷണമൊക്കെ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് തന്നെ മുറ്റത്തെ കുഴിയൊക്കെ കുത്തി ഇലയൊക്കെ കോട്ടിയാ കൊടുക്കുന്നത്. അതും ദൂരെ, അടുത്തൊന്നും അയിത്തമുള്ള കാലമാണ്. ഓരോ ജാതിക്കും ഇത്ര അടി അകലം. അതുകൂടെ കണക്കിലെടുത്ത പ്രാന്താലയം എന്നൊക്കെ സംബോധന ചെയ്തത് ചിലര്. ആശാൻ എൻ കുമാരൻ ആശാൻ SNDPയുടെ പ്രധാന ആളായിരുന്നല്ലോ, മഹാകവി തോന്നക്കൽ എൻ കുമാരൻ ആശാൻ. അദ്ദേഹം പല പുസ്തകം എഴുതി. അതിലൊരു പുസ്തകമാണ് ദുരവസ്ഥ. ഈ അവസ്ഥ കണ്ടെഴുതിയതാ. മറ്റുള്ളവർക്കായി ഉടാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റും ഈ കൂട്ടർ കാലി മാടുകൾ മറ്റ് കൃഷിപ്പണി ചെയ്യുവാനും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. നേരെ ചെല്ലാനൊക്കത്തില്ല. ഹോയ് ഹോയ് എന്ന് ശബ്ദമുണ്ട്, ഓടിയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അന്ന് വെള്ളത്തിൽ ചാടിക്കണം, പോളയ്ക്കകത്ത്. ഇവിടെ എനിക്ക് വന്നു, ഇവിടെ എങ്ങനെയായിരുന്നു എന്തായാലും, എന്നാലും ഇടവഴി കയറി ഓടി ഒളിക്കണം. എന്തായാലും നേരെ ചെല്ലാൻ നോക്കുകയല്ല. ഇതുപോലെ വെള്ളത്തുണിയൊന്നും ധരിച്ച് അധകൃതരാകുന്ന ആൾക്കാർക്ക് വഴി കൂടെ നടക്കാനൊക്കത്തില്ല. ഞാൻ എപ്പോഴും പറയും, പട്ടിക്കും പന്നിക്കും വഴി കൂടെ നടക്കാം, മനുഷ്യന് നടക്കാൻ മേല. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. ഒരിക്കലെ ഒരു മിഷനറി യാത്ര ചെയ്ത് വരുമ്പോൾ കുതിരവണ്ടിയല്ലേ പണ്ട്, കണ്ടത്തിലെ മനുഷ്യനെയും കാളയും കൂടെ ഒന്നിച്ചു വെച്ച് ഉഴുന്നു. ഒരു വശത്തെ കാള, ആ നഖത്തിന്റെ അപ്പുറേ മനുഷ്യൻ. ആ മിഷനറി നോക്കിയപ്പോൾ മാടോട് ചേർത്ത് മനുഷ്യനെയും കൂടെ വെച്ച കണ്ടം പൂട്ടി വിടുന്നു. വണ്ടി നിർത്താൻ പറഞ്ഞു. ആ കാളെ കണ്ടത്ത് നിർത്തി വെച്ച മനുഷ്യനെ ഇഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ചേറുമൊക്കെ പുരണ്ടിരിക്കുക. ആ മനുഷ്യനെ ഈ മിഷനറി വിളിച്ച് തൻ്റെ വണ്ടിയെ കയറ്റി. അവര് താമസിക്കുന്ന പാറപ്പെട്ട സമുച്ചയത്തിനൊക്കെ പ്രത്യേക പേര് ബംഗ്ലാവ് എന്നൊക്കെയാ പറയുന്നത്. ബംഗ്ലാവിൽ കൊണ്ടുപോയി കുളിപ്പിച്ച്, സോപ്പുമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച്, ഭക്ഷണമൊക്കെ കൊടുത്ത് അക്ഷരം പഠിപ്പിച്ചു. വിദ്യ അങ്ങനെ ആണല്ലോ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ശ്രീനാരായണ ഗുരു അവർകളും പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണമെന്ന്. വിദ്യാഭ്യാസമില്ലാത്തതായി ഈ വിവരക്കേടെല്ലാം കാണിക്കുന്നേ. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കുളിപ്പിച്ച്, സോപ്പൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് വിദ്യ അഭ്യസിപ്പിച്ചു. അങ്ങേർക്ക് വിവരമുണ്ടായി. ബാക്കി ചരിത്രമൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. വിശേഷിച്ച് കണ്ണൂരുകാരെ ഇതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക, നിങ്ങൾക്കറിയാം.
എനിക്കറിയാൻ പാടില്ലാത്ത ധാരാളം കാര്യം നിങ്ങൾക്കറിയാം. ആ മനുഷ്യൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതിന് ഈ മിഷനറിയെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല, ഈ സുവിശേഷമാണ്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുവാൻ പറ്റുന്ന മാർഗമാണ് സുവിശേഷം. സുവിശേഷം ഏത് വീട്ടിൽ വന്നിട്ടുണ്ടോ ആ വീടിന്റെ മുഖഛായയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. അനുഭവസ്ഥരായി ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവരെന്നല്ല എല്ലാവരും. സുവിശേഷം ഏത് ദേശത്തെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ ആ ദേശത്തിന്റെ മട്ടും പ്രകൃതിയും മാറിയിട്ടുണ്ട്. സുവിശേഷത്തെ സ്നേഹിച്ച് അംഗീകരിച്ച് അനുഗമിച്ച ആർക്കും ഒരു ദോഷം വന്നിട്ടുമില്ല, ഇനി വരികയില്ല. അപ്പോൾ നമ്മളെ മനുഷ്യരാക്കി തീർത്ത മാർഗമാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇതുപോലെ വെള്ളവസ്ത്രം ധരിച്ച് റോഡിൽ കൂടെ ഒന്നും നടക്കാനൊക്കത്തില്ല അധകൃതരാകുന്ന ആൾക്കാർ. ഞാന് ചില കാര്യം അനുഭവത്തോടും കൂടെ ചേർത്തങ്ങ് പറയുന്നത് ഉചിതമായിരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ വല്യപ്പൻ്റെ അപ്പന് ഇതുപോലെ വെള്ളത്തുണിയൊന്നും ഉടുത്ത് 100 കൊല്ലം മുമ്പ് പെരുവഴി കൂടെയോ വലിയ ആൾക്കാര് നിൽക്കുന്നതിനടുത്തൊന്നും ചെല്ലാനൊക്കത്തില്ല. ഒന്നേ കരിവാരി തേക്കണമില്ലെങ്കിൽ ഒക്കത്തില്ല. അതിനൊക്കെ മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു, ഇതിനും വേണ്ട വെള്ളത്തുണി. ഞാൻ പറഞ്ഞു, അതിൻ്റെ എല്ലാം കേട് തീർത്തിപ്പം നടക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം പറയാം, സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ സാധ്യമാകൂ. പള്ളിയോട് ചേർത്ത് പള്ളിക്കൂടം പണിത് അക്ഷരം പഠിപ്പിക്കുവാൻ ഇടയാക്കിയത് സുവിശേഷമാണ്. അതിന്റെ ചുവട് പിടിച്ചല്ല ഇങ്ങോട്ട് മുൻപോട്ട് വന്നേക്കുന്നത്. ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം, പണ്ട് ഒരു പെൺകുട്ടിയെ സ്കൂളിൽ കൊണ്ടിരുത്തി. അന്ന് ഉന്നതരെന്ന് പറയുന്ന ആൾക്കാര് ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. കാരണം അധകൃതയായ ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കയറ്റാൻ ഒക്കത്തില്ല, സമ്മതിക്കുകയല്ല. ആ പെൺകുട്ടിയുടെ പേര് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം, പഞ്ചമി. തിരുവനന്തപുരത്ത് ആ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആത്മീക ലോകത്തെ വേർപെട്ട സമൂഹത്തിന്റെ ഇടയിലെ വലിയ ഉണർവ് നടന്ന സ്ഥലമാണ് കുമ്പനാടിനടുത്ത് പൂവത്തൂര്. അതിന് തൊട്ടടുത്തൊരു സ്ഥലമാണ് പുല്ലാട് ലഹള എന്നൊക്കെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പുല്ലാട്ട് സമാനമായ സംഭവം. ഒരു ചെറിയ പയ്യനെ സ്കൂളിൽ കൊണ്ടിരുത്തി പഠിക്കാൻ. അത് ജാതിയിൽ ഉന്നതനെന്ന് അഭിമാനിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരാ പള്ളിക്കൂടത്തിന് തീ വെച്ചു. ആ പയ്യന്റെ പേര് തേവൻ എന്ന തേവൻ. എന്നാൽ സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്ന് പറയുന്ന ആ മാന്യ ദേഹം ആ പയ്യനെ വിളിച്ച് വിധിയെല്ലാം പറഞ്ഞു കൊടുത്ത് വീണ്ടും പള്ളിക്കൂടത്തിൽ പോകാൻ അവസരം അദ്ദേഹവും കൂടെ ചേർന്നൊരുക്കി. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ നേതൃത്വത്തിൽ അനേകം അതിന്റെ പിമ്പി പ്രവർത്തിച്ചു. ആ പയ്യനെ സ്കൂളിൽ കൊണ്ടുവന്ന് വീണ്ടും ചേർത്ത് പഠിപ്പിച്ചു. ആ പയ്യൻ നന്നായിട്ട് പഠിച്ചു. അനേകമാണ്. പിൽക്കാലത്ത് അറിയപ്പെട്ട പ്രശസ്തനായ ഒരു കവിയും കൂടായിരുന്നു കേശവശാസ്ത്രി. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് വായിക്കും. നല്ല പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, പഴയ ആൾക്കാർക്കറിയാം. ആ പുസ്തകത്തിലെ പാട്ടുകൾ മിക്കതും എൻ്റെ വല്യമ്മച്ചിക്ക് കാണാൻ പാടമാണ്. വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, 106 വയസ്സ്. നിങ്ങൾ ഓർക്കുന്ന തള്ള എങ്ങാണ്ട് തളർന്ന് കിടക്കുകയാണ്. ഇപ്പോഴും നല്ല മൂച്ച, ചെവിക്കൊരൽപ്പം കേൾവിക്കുറവുണ്ടെന്നുള്ളു. പാട്ടെല്ലാം ഇപ്പോഴും കാണാതറിയാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചതിന്റെ എല്ലാം സാരം, സുവിശേഷത്തിന് ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും. എത്രയോ മദ്യപാനികൾ വീടിനും നാടിനും അനേകർക്ക് ശാപമായി, പ്രയാസമായി
ആമേൻ തകർന്നു പോകേണ്ടതാ. എന്നാൽ സുവിശേഷം അവരുടെ ഉള്ളത്തിലെത്തി, സുവിശേഷത്തെ വിശ്വസിച്ചു. ആ മദ്യപാനത്തിന്റെ പിടിയിൽ നിന്ന് അവർ മോചിതരായി. അവരുടെ കുടുംബത്തിൽ സമാധാനമുണ്ടായി, ശാന്തതയുണ്ടായി, രക്ഷയുണ്ടായി, ആമേൻ ആമേൻ സന്തോഷമുണ്ടായി. അത് സുവിശേഷത്തെ കൊണ്ട് സാധിക്കും. എത്രയോ പേരെ ആത്മീയതയ്ക്ക് ഒരുങ്ങി, എത്രയോ പേർ ആത്മീയത ചെയ്യാൻ കയറെടുത്തു, വിഷമെടുത്തു, റെയിൽവേ പാളത്തിൽ തലവെക്കാൻ പോയി. അറ്റ കൈക്ക് അവര് സുവിശേഷം കേട്ടത്. ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി അവർ സമാധാനവും രക്ഷയും പ്രാപിച്ച് ഇന്നും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുന്നു. അങ്ങനെ മനുഷ്യനെ മനുഷ്യനാക്കുവാനും നന്നാക്കുവാനും ഗുണപ്പെടുത്തുവാനും കഴിവുള്ളതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ആ സുവിശേഷം ഇന്നലെയും ഇന്നും അവിടുന്ന് അനുവദിച്ചാൽ നാളെയും ഇവിടെ ഉയർത്തപ്പെടുന്നത് ഈ ദേശത്തിനും കേൾവിക്കാർക്കും ആമേൻ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഇന്ന് രാത്രി വീണ്ടും പ്രാർത്ഥിക്കുന്നു. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് സുവിശേഷം. സുവിശേഷം യേശു ക്രിസ്തു. അത് ഞാൻ സമയത്തെയും കൂടെ ഭയപ്പെടുന്നു. ഓടിച്ചു മുമ്പോട്ട് പോകട്ടെ. സുവിശേഷത്തെ കൊണ്ട് ഇനിയും വ്യത്യാസം വരുത്തുവാൻ കഴിയും. ഇന്ന് രാത്രി നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 തിരുവെടുത്തുകളാണ്. ഈ സത്യവേദ പുസ്തകം അറിയാത്തവരുടെ അറിവിനാ സത്യവേദ പുസ്തകം 66 പുസ്തകം, 66 പുസ്തകങ്ങൾ ഒന്നിച്ചു ചേർത്ത പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതുപോലൊരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാനൊക്കത്തുമില്ല. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, മൊത്തം 66 പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത അതൊക്കെ ഇന്നലെയും ഒക്കെ സൂചിപ്പിച്ച് കാണുമെന്ന് എനിക്കറിയാം. എങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ വരാത്ത ആരേലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒന്ന് അറിഞ്ഞോട്ടെ. ഈ 66 പുസ്തകം ഒരാളെ ഒരു സ്ഥലത്തിരുന്ന് എഴുതിയതല്ല. ഏതാണ്ട് 10-40 എഴുത്തുകാര് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് അവൻ എഴുതപ്പെട്ടതാണ് ഈ പുസ്തകം. ഇവരാരും പലരും തമ്മിൽ കണ്ടിട്ടും ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ല, പലരും തമ്മിൽ കണ്ടിട്ടില്ല. 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് 40 എഴുത്തുകാർ അവൻ പല കാലയളവിലിരുന്ന് എഴുതിയതായി പുസ്തകം. 66 പുസ്തകത്തിലെ ഓരോ പുസ്തകവും ഇവര് പല രീതിക്കാരും ദേശക്കാരും പ്രകൃതക്കാരുമാണ്, പല വിഭാഗത്തിൽപ്പെട്ടവരാ. രാജാക്കന്മാരാകുന്ന പ്രിയപ്പെട്ടവർ ഇതിലെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ശലോമോനും ദാവീദും ആദിയായ രാജാക്കന്മാർ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട്. ദൈവം എഴുതിപ്പിച്ചു. ഡോക്ടർമാരെ കൊണ്ട് ഇതിലെ പുസ്തകങ്ങൾ എഴുതിപ്പിച്ചു. വിശേഷിച്ച് ലൂക്കോസ്, അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ മുക്കുവരാകുന്ന പ്രിയപ്പെട്ടവരെ ദൈവം കരത്തിലെടുത്ത് ഈ പുസ്തകം ചിലതിൽ എഴുതി ചേർത്തു. ആട്ടടികന്മാരെ കൊണ്ട് ഈ പുസ്തകം എഴുതിച്ചിട്ടുണ്ട് എന്ന് വേണ്ട. ഇങ്ങനെ ജീവിതത്തിന്റെ പല തുറകളിൽപ്പെട്ട പല ആൾക്കാർ തമ്മിൽ ഇവർ കണ്ടിട്ടില്ല, ആശയവിനിമയങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇവര് ഈ 1600 വർഷം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ പുസ്തകം എഴുതി എല്ലാം ക്രമപ്പെടുത്തി വന്നപ്പോൾ ഇതെല്ലാം ഒത്തെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ വിശേഷത.
കാരണം ഇതിനകത്ത് പിന്നെ അഭിപ്രായ വ്യത്യാസം വന്നില്ല. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏകദൈവത്തെ പറ്റി പറഞ്ഞു, വെളിപ്പാട് പുസ്തകം വരുമ്പോഴും ആ ഒരൊറ്റ ഉപദേശമാ ഏകദൈവം. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം മനുഷ്യരക്ഷ. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ മനുഷ്യന്റെ രക്ഷ. തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, സകല ആൾക്കാരും രക്ഷിക്കപ്പെടുക. അതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. ഇത് എഴുതി വന്നപ്പോൾ ഒത്തും. അങ്ങനെയുള്ള പുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ആരംഭത്തിലെ 4 സുവിശേഷ പുസ്തകങ്ങൾ, ഇത് നിങ്ങൾക്കറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനാ. ഒന്ന് മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഞാൻ ഈ മാർഗത്തിൽ വരുന്നത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വരുന്നത്. എന്നെ ആരും നിർബന്ധിച്ചതല്ല, സമ്മർദ്ദം ചെലുത്തിയതല്ല, പരപ്രേരണ കൊണ്ടൊന്നും വന്നതല്ല. വിശദീകരിക്കുന്നില്ല. സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, ചികിത്സകൾ ചെയ്തു, ഭേദമൊന്നും വന്നില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. വേണ്ട വിധത്തിൽ ആശ്വാസമോ സൗഖ്യമോ വിടുതലൊന്നും ലഭിച്ചില്ല. എന്തിനേറെ ചുരുക്കവാചകത്തിൽ പറയാം, ഒരു സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ദീപാരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഒരു പെന്തിക്കോസുകാരുടെ മുറ്റത്ത് ഒരു യോഗം. ദൂരെ മാറി യോഗം വീക്ഷിച്ചു. ഒന്നും മനസ്സിലാകുന്നില്ല. വലിയ ബഹളവും വെപ്രാളവും ഒക്കെയാണ്. ഏതാണ്ടെല്ലാം പറയുന്നുണ്ട്, ഒന്നും പിടികിട്ടുന്നില്ല. ഇപ്പോഴും ചിലയിടത്ത് എന്നാൽ എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അന്നൊന്നും പിടികിട്ടിയില്ല. എങ്കിലും ഒന്നും പിടികിട്ടിയില്ലെങ്കിലും ദൂരെ നിന്നപ്പോൾ ഹൃദയത്തിലൊരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. അവരോട് പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ചിന്ത വന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ യോഗ സ്ഥലത്ത് നിന്ന് ഒരു പയ്യൻ ഇറങ്ങി വന്ന പയ്യനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഉപദേശിയോട് പറയണം. ഈ പയ്യൻ അങ്ങോട്ട് ചെന്ന് അവിടെ ഇരുന്ന് ഇതുപോലെ ദൈവദാസന്മാർ ഉപദേശിമായിരുന്നു. ഒരാളോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞേച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപദേശിമാരല്ലേ, വിടുവോ? ഒരു ഉപദേശി ചാടി എഴുന്നേറ്റു ആ സഹോദരൻ മുമ്പോട്ട് വരാൻ പറഞ്ഞു. പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും രോഗത്തിന്റെ കാഠിന്യവും ശാരീരിക വിഷമതകളും ഒക്കെ കണക്കിലെടുത്ത് അറച്ചും മടിച്ചും ആണെങ്കിലും മുമ്പോട്ട് നടന്നു ചെന്നു. അവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസന്മാരിൽ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാണ്. അങ്ങനെയാണ് ഈ മാർഗത്തിൽ ഞാൻ വന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. സൗഖ്യം കിട്ടി, ആശ്വാസമായി, സമാധാനമായി. അപ്പോൾ ഒരാളൊരു വേറെ പുസ്തകം തന്നു. അവൾ ഇത് വായിച്ചു. അപ്പോൾ അന്ന് ആരംഭ സമയത്ത് ചിന്തിച്ചത്, മനസ്സിലാക്കിയിരുന്നത് 4 സുവിശേഷം ഉണ്ടെന്ന്. കാരണം അങ്ങനെയാണല്ലോ മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. അപ്പോൾ അന്ന് ചിന്തിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന്. എന്നാൽ ദൈവസഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കർത്താവിന്റെ ദാസന്മാർ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. പിന്നെ ഈ 4 പുസ്തകം, അത് സുവിശേഷത്തിന്റെ 4 വിശേഷതകളാണ്. അപ്പോൾ ഒരു ചോദ്യം, സുവിശേഷത്തിന് 4 വിശേഷതയുള്ളോ? അല്ല, 4, 40 ഒന്നുമല്ല. സുവിശേഷത്തിന് ധാരാളം വിശേഷതയുണ്ട്. സുവിശേഷത്തിനെ വിശേഷതയുള്ളൂ. അതാണല്ലോ ആ ശൂലേങ്കാരത്ത് ചോദിച്ചത്. അവളോട് ചോദിച്ചു, യെരൂശലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത എന്തുള്ളൂ? അവള് പറഞ്ഞു, അവനെ വിശേഷതയുള്ളൂ. ചില കാര്യോടെ പറഞ്ഞു, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 ശ്രേഷ്ഠൻ. അവിടുന്ന് 1000 10,000 ശ്രേഷ്ഠനാ ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. 1000 10,000 അഴകൊതിങ്ങുമൻ പ്രിയനെ, 1000 10,000 അഴകൊതിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേമുരേ അമേൻ. കാണും കാലമായി
കൺകൊതിച്ചൊരു നാഥനെ കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ അതിശയമിതമഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ അതിശയമിതമഗതിയെ ഭൂവിൽ ആയിരം പതിനായിരങ്ങൾ അഴകുറിങ്ങുമൻ പ്രിയനെ ആയിരം പതിനായിരങ്ങളിൽ ഇങ്ങുമൻ പ്രിയനെ കാണും മോഹപുരേ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. എനിക്ക് ഇവിടെ നിന്നിട്ടാ ഒരു സുഖം വരുന്നത്. സംസാരിക്കും, ഇവിടെ നിന്നോട്ടെ, ഇവിടെ നിൽക്കൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇതങ്ങ് മാറ്റി, ഇത് തടസ്സമാണ്. അങ്ങനെ മാറ്റില്ല, ഞാനെങ്ങാനും കയറി ചവിട്ടിയ. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം. അപ്പോൾ 4 സുവിശേഷമില്ല, ഒരു സുവിശേഷമേ ഉള്ളൂ. അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. പിന്നെ എന്തുവായി 4 പേരും എഴുതിയിരിക്കുന്നത്? മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ സുവിശേഷത്തിന് 4 വിശേഷത. 4 വിശേഷതയുള്ളോ? അല്ല, ധാരാളമുണ്ട്. പിന്നെ എന്താ ഈ 4 പേരുടെ എഴുത്തിന്റെ ഉദ്ദേശം? അത് പ്രധാനമായിട്ട് 4 പേരും യേശു ക്രിസ്തുവിന്റെ 4 വിശേഷതകളെ വെളിപ്പെടുത്തി. 1, യേശു ക്രിസ്തു രാജാവാണ്. 2, യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചവനാണ്. 3, യേശു ക്രിസ്തു ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാണ്. 4, യേശു ക്രിസ്തു നിത്യ സത്യ ഏക ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, യേശുക്രിസ്തുവിന്റെ ദാസ്യത്വം, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അതാണ് 4 പേരും എഴുത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എല്ലാം വിസ്തരിച്ചു പോകുന്നില്ല, സമയത്തെയും കൂടെ കണക്കിലെടുക്കണം. ഇന്ന് എന്ത് പറയുന്ന കാര്യം തീർന്നില്ലെങ്കിൽ അത് നാളെയും കൂടെ ദൈവം അനുവദിച്ചാൽ ചേർത്ത് പറയാം. സ്തോത്രം. അപ്പോൾ ആ കാര്യം സമയം കൂടെ നോക്കണം. ഇത് കറക്റ്റാന്നേ. അപ്പോൾ യേശുക്രിസ്തു രാജാവാണ്. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനാണ്. യേശുക്രിസ്തു ദാസരൂപമെടുത്ത മഹൽ വ്യക്തിയാണ്. അവിടുന്ന് നിത്യസത്യ ഏക ദൈവമാണ്. മത്തായി ക്രിസ്തുയേശു രാജാവാണെന്ന് തെളിയിച്ചു. അതുകൊണ്ടാണെന്നില്ല പ്രയോഗം വന്നത്. വിദ്വാൻമാർ വന്ന് കൊട്ടാരത്ത് വന്ന് ഹെരോദാവിനോട് ചോദിച്ചത് ഇപ്പം ജനിച്ച കൊച്ചവിടാന്നല്ല ചോദിച്ചത്. പിന്നെയോ എന്നെ ഒന്ന് കേൾപ്പിയായി. ഹെരോദാവിനോട് വന്ന് വിദ്വാൻമാര് പറഞ്ഞത് അങ്ങനെ ഇന്നലെ ജനിച്ച കൊച്ചേരാന്നല്ല ചോദിച്ച. പിന്നെ എന്തുവാ മാത്യപ്പാസ്റ്റേ? രാജാവായി പറഞ്ഞവൻ എവിടെ? ഇവിടെ പലരും രാജാവാകുന്നത് പിറന്നു കഴിഞ്ഞ് പിന്നെ ജീവിച്ച് വളർന്ന് ജീവിച്ച് അതിൻ്റെ പരുവത്തിനൊക്കെ വന്ന് സമയമൊക്കെ ആകുമ്പം ചിലപ്പോൾ തന്നെ രാജാവാകുവോ ആക്കുവോ അല്ലെങ്കിൽ ഒരുത്തനെ വകവരുത്തിയേച്ച് അങ്ങനെയൊക്കെയാണല്ലോ ചരിത്രം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രാജാവിൻ്റെ പ്രത്യേകത ജനിച്ചപ്പോഴേ രാജാവാണ്. രാജാമു നീ രാജാമു നീ രാജാമു എന്നും കർത്താമു രാജാമു എന്നും കർത്താമു ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭുതം ഉന്നത ദേവാനി എന്നെയും സ്നേഹിച്ച അത്ഭുതം സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദകാരനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദകാരനേ ഇന്നലെയും ഇന്നും എന്നും
എന്നു മനങ്ങേറി വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ. അപ്പൊ യേശുക്രിസ്തു രാജാതിരാജാവാണ്. അതാണ് മത്തായി എഴുതിക്ക്. ഞാൻ വേറെ വാക്യങ്ങൾ ചേർത്ത് കോർത്തിണക്കി പോകണം, സമയമില്ലാത്തതുകൊണ്ട് അതെല്ലാം അങ്ങ് വിടുക. അപ്പോൾ മത്തായി ക്രിസ്തുവേശു രാജാതിരാജാവാണെന്ന് തെളിയിച്ചു. മർക്കോസ് യേശുവിന്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തുകയാണ്. ലൂക്കോസ് ക്രിസ്തുവിന്റെ മനുഷ്യത്വം, നല്ല മനുഷ്യൻ, മാന്യനായ മനുഷ്യൻ, ബഹുമാനിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യത്വമാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു നിത്യ സത്യ ഏക ദൈവമാണ്. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം. യേശുക്രിസ്തു ദൈവം അല്ല എന്ന് പഠിപ്പിക്കുന്ന, പറയുന്ന, ചിന്തിക്കുന്ന ആൾക്കാര് നമ്മുടെ ഇടയിലുമുണ്ട്. ആദ്യം നമ്മുടെ തല്ലിയോ പറയേണ്ടത്, പിന്നല്ലേ പുറത്തെ. ഇപ്പം അമ്മ ഇരിക്കുന്നതിൽ തന്നെ ചിലർക്ക് യേശു ദൈവം അല്ലെന്ന് പിന്നെ വന്നിങ്ങനെ മമ്മി ഇരിക്കുക. എല്ലാം ഇപ്പൊ തെളിയിക്കാനൊന്നും നേരമില്ല. 2 വാക്യം ഇപ്പം വായിച്ചാൽ മതി, എല്ലാം വായിക്കാൻ നേരമില്ല. ഒത്തിരി ഉണ്ട് വാക്യം. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിക്കുന്നതിന് 1800 കൊല്ലം മുമ്പ് പ്രവചനക്കുന്ന് കയറി നിന്ന് പ്രവാചകനാകുന്ന യെശയ്യാവ് ക്രിസ്തുവേശുവിന്റെ തിരുജനനത്തെ അവൻ മുൻകൂട്ടി കണ്ട് കാലെക്കുട്ടി കണക്കിട്ട് പ്രവചിച്ച ഒരു പ്രവചന സൂക്തമാണ് നമുക്കറിയാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്ത്. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ജനിക്കുന്നതിന് 1800 കൊല്ലം മുമ്പ് പ്രവചനാത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവിയെ അവൻ കണ്ടുകൊണ്ട് പ്രവാചകൻ പ്രവചിച്ച പ്രവചന സൂക്തം യെശയ്യാ പ്രവചനം 9:6. ബഹുമാന്യ കർത്തദാസൻ വായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. മതി, തെളിഞ്ഞല്ലോ. വീരനാം ദൈവം. എങ്ങനെ ജനിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് 7:14. അതുകൂടെ ഒന്ന് വായിച്ചോ, സന്ദർഭം വന്നുകൊണ്ട് വിജയമല്ലെങ്കിലും ഒന്ന് അറിഞ്ഞു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം നൽകും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത്രേ ഉള്ളൂ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. എവിടെ ജനിക്കുമെന്നും ആമൻ മീഖാപ്രവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീയോ ആമൻ യഹൂദയിലെ ബേത്ലഹേമിൽ. അപ്പോൾ ബേത്ലഹേമിൽ ജനിക്കും. യേശുവിന്റെ കന്യകാജനനത്തെ പറ്റി തർക്കം പണ്ട് നടന്നു. 2 പേര് തമ്മിൽ തർക്കം നടന്നു. 2 വിഭാഗത്തിലുള്ള ആൾക്കാരാ. അപ്പം കന്യക എങ്ങനെ ഗർഭിണിയാകും? അപ്പം ഒരാളോട് ചോദിച്ചപ്പോൾ പുള്ളി തിരിച്ചു ചോദിച്ചു, ചെവിക്കകത്തോടൊരു കുട്ടി വരാക്കി പിന്നെ കന്യക പ്രസവിക്കുന്നുണ്ട്, വലിയ അത്ഭുതമൊന്നും ഇല്ല. സ്തോത്രം. ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേഗോ ജ്ഞാനികൾക്കുള്ളിരിക്കും, ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. കന്നി മരിയ പെറ്റ പൈതലേ, കന്നി മരിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭയമേക്കും കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനേ. പാട്ടിന്റെ വരിയൊക്കെ അങ്ങ് കുറയ്ക്കല്ല, ഞാൻ അങ്ങ് അടങ്ങുക.
ഇന്ന് അല്പം താമസിച്ചല്ലേ വന്നെ, നാളെ നമുക്ക് ഇച്ചിരി നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നാളെ വരുമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് കന്യാസൂനമായി ഭൂമിയിൽ അവതരിക്കും, ബേത്ലഹേമിൽ പൂജാതനാകും. അപ്പോൾ അവിടുത്തെ തിരുജനനത്തെ പ്രകീർത്തിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയാ, അവിടുന്ന് വീരനാം ദൈവം, യേശുക്രിസ്തു ദൈവമാണ്. പൗലോസ് ഇതൊന്നോട് തെളിയിക്കുന്നുണ്ടല്ലോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിക്കുമ്പോൾ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം മഹാദയോ എന്ന അറിവുള്ള വാക്യമാ, കാണാപാഠമാ. എന്നാലും ഇത് ബൈബിളിലെ തന്നെ ഉള്ളതാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമല്ലോ. അതുകൊണ്ട് വായിച്ചേ ഓക്കൂ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദയോ നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന വാക്യം ബഹുമാന്യ കർത്തദാസൻ ഒന്നുകൂടെ വായിച്ചോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും കേക്കണേ ശരിക്ക് കേക്കണേ. മട്സിട്ടോണ്ടിരിക്കരുത്, ശരിക്ക് കേക്കണം. മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തു മഹാദൈവമാണ്. അവിടുന്ന് നിത്യദൈവമാണ്, അവിടുന്ന് സത്യദൈവമാണ്, അവിടുന്ന് വീരനാം ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വമായ യോഹന്നാൻ തെളിയിക്കുന്നത്. പിന്നെ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു, അവിടുന്ന് നിത്യനാ. 50 വർഷവും 100 വർഷവും 1000 വർഷവും പഴക്കമല്ല ദൈവത്തിന്. ദൈവം നിത്യനായ ദൈവമാ. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിൽ 90-ാം സങ്കീർത്തനം നിങ്ങൾക്കെല്ലാം മനപ്പാടമാ, പക്ഷേ എപ്പോഴും നിങ്ങൾ പാടുകയും വായിക്കുകയില്ല, വെപ്രാളമാണ്. ആരേലും കിടക്കുന്നതിന് മുന്നേ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നിട്ടുണ്ടവരെന്ന് കൈവക്കണം, എനിക്ക് കണ്ട് ചില കാര്യം കൂടെ അറിയാനാ. കിടന്നുറങ്ങുന്നതിന് മുന്നേ 90-ാം സങ്കീർത്തനം വായിച്ച്, പക്ഷേ ഞാൻ 90 സാധാരണ കിടക്കുന്നതിന് മുന്നേ വായിച്ച് അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുകയല്ല, ഞാൻ അങ്ങോട്ട് വരും, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അല്ല, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും 90-ാം സങ്കീർത്തനം വായിച്ച്, മോൻ വായിച്ചിട്ടുണ്ട് 90-ാം സങ്കീർത്തനം കിടക്കുന്നതിന് മുന്നേ? ഏതാ വായിക്കുന്നേ? വായിക്കുന്നുണ്ടോ? എന്നാൽ 91-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നവരുണ്ട്, കൈ പൊക്കിക്കേ. അതും ഇല്ല. കൈ പൊക്കുന്ന കാണട്ടെ. 90 പേടിയാ ചിലർക്ക്. ആ 90-ാം സങ്കീർത്തനത്തിന്റെ സന്ദർഭം നിങ്ങൾക്കറിയാം. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹ്റോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ അഹ്റോന്റെ അനുജനാകുന്ന മോശ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ, അഹ്റോന്റെ നിര്യാണത്തിൽ ഇസ്രായേൽ വിലപിച്ച് ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഇസ്രായേലിനെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് പിടിച്ചുയർത്തുന്ന ശ്രേഷ്ഠമേറിയ പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. അതാണല്ലോ തലക്കെട്ടിൽ അങ്ങനെ മോശയുടെ പ്രാർത്ഥന എന്ന ആ 90-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യ സൂക്തങ്ങൾ നമുക്ക് മനപാഠമായി ഇങ്ങനെ: കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനയപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. അപ്പോൾ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പ്, ഈ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കുന്നും മലയും പൂജര കേജര വസ്തുക്കൾ ഈ ദൃശ്യമായതൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ളവനാ ദൈവം, അനാദിയായും ശാശ്വതമായുമുള്ള ദൈവം. വേദവിജ്ഞാനത്തിന്റെ പ്രഥമ ഭാഗത്ത് സാറ് കൊടുത്തിരിക്കുന്ന 1-2 പ്രയോഗം എപ്പോഴും ഞാൻ ചൊല്ലുന്നതാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ചൊല്ലും. അത് എൻ്റെ ആഗ്രഹം മരണം വരെയും ചൊല്ലുമെന്നുള്ളതാ. അത് ചൊല്ലരുതെന്ന് ചിലർ പറയുന്നു. ഏതാണ്ട് പറഞ്ഞു മാത്യു പാസ്റ്റർ, ചൊല്ലണ്ടെന്നാണോ? പിന്നെ എന്തോ പറഞ്ഞു? അപ്പോൾ അതിനെ തുടക്കം ഇങ്ങനെ: ദൈവത്തിന്റെ പഴക്കമേ,
യാതൊരു കാലത്തെയാണ് അധികമായി നിർദ്ദേശിപ്പതിന് ആയതിന്നറുതിയില്ലാതുള്ള യുഗം മുൻപും. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്തെയാണോ ഉൽപ്പത്തിയിൽ ആദി എന്ന് പറയുന്നത്. ഉൽപ്പത്തി 1:1 നമുക്കറിയാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദി ഒരാരംഭം ഉണ്ടല്ലോ. അപ്പൊ ആ ആരംഭം ഏത്? ആ യാതൊരു കാലത്തെയാണോ ആദി എന്ന് നിർദ്ദേശിക്കുന്നത് അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. മനസ്സിലാകാനിട്ട് സ്തോത്രം പറയാഞ്ഞതാണോ? എല്ലാം മനസ്സിലായതുകൊണ്ട് പറയാഞ്ഞതാണോ? അതോ മനസ്സില്ലാഞ്ഞിട്ട് പറയാഞ്ഞതാണോ? ഏതോ ഒരു കാലത്തെയാണോ ആദിയെന്ന് വിവക്ഷിക്കുന്നത് അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും ഭീതരൂപനായി വിമലാപനായി നിന്ന മകാ നീതി നീരതിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേൻ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. ബാക്കി ചൊല്ലാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സത്യദൈവം, നിത്യദൈവം, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ചു വന്ന ദൈവമല്ല. അവിടുന്ന് അനാദിയായും ശാശ്വതമായുള്ള ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. കർത്താവിന്റെ മഹത്വം. യേശു അവൻ നിത്യദൈവമാണ്, സത്യദൈവമാ, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ, ഇന്നും ജീവിക്കുന്ന ദൈവം. ഇനി യോഹന്നാന്റെ സുവിശേഷം എഴുതിന്റെ വിശേഷത യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച് ഓരോ അധ്യായത്തിലും അവിടുത്തെ വിശേഷത ദൈവമാണെന്ന് അങ്ങോട്ട് തെളിയിച്ചു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം, അതുകൊണ്ട് ഓടിച്ചങ്ങ് പറയാം. 1-ാം അധ്യായത്തിൽ അവിടുന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അടയാളങ്ങളുടെ ദൈവം. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ് യേശു. 4-ാം അധ്യായത്തിൽ ആമൻ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ക്രിസ്തു ആകുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ ആമൻ സ്വർഗത്തിൽ നിറങ്ങുമെന്ന് ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികളെ ഒഴുക്കിക്കൊടുക്കുവാൻ കഴിവുള്ള ആത്മനിറവിനെ തരുവാൻ കഴിവുള്ള ദൈവം. 8-ാം അധ്യായത്തിൽ ഇരുള് മൂടിയ ലോകത്തിൽ വെട്ടം തേടി വെളിച്ചം തേടി മനുഷ്യനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടമോടുമ്പോൾ ആമൻ യേശുക്രിസ്തു പറയുകയാണ്, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം, വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ ആമൻ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. ഇന്നും ആ യേശു ജീവിക്കുന്നു. നിന്റെ ദീനങ്ങളും വ്യാധികളും കെടുതികളും കേടുപാടുകളും മാറ്റി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ള നസ്രയനാകുന്ന യേശു ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. ആമൻ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകിയ ദൈവം. ഏതാ? ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവൻ, ആടുകളെ സൂക്ഷിക്കുന്നവൻ, ആടുകളെ നടത്തുന്നവൻ, ആടുകളെ പരിപാലിക്കുന്നവൻ. അവിടുന്ന് ഇടയ ശ്രേഷ്ഠനാണ്, നല്ല ഇടയനാകിയ ദൈവം. അതാണ് 10-ാം അധ്യായത്തിൽ. 11, 12 അധ്യായം ചേർത്ത് പിടിച്ചാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. അത് നമ്മൾ 11-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ചത് കൊണ്ട് ഇനി മുൻപോട്ട് 13-ഉം 14-ഉം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പോൾ 11-ാം അധ്യായത്തിലെ വിഷയം നമുക്കറിയാം. യേശുക്രിസ്തു സ്നേഹിച്ച ഒരു ഭവനമാണ് ബഥാന്യയിലെ ലാസറിന്റെ, അല്ലെങ്കിൽ മറിയ, മാർത്ത. അവര് സഹോദരങ്ങളാണല്ലോ 3 പേരും, മാർത്താമ്മയും മറിയാമ്മയും അവരുടെ ആങ്ങള ലാസറും. ഈ ഭവനത്തെ യേശു നന്നായി സ്നേഹിച്ച ഒരു ഭവനം. ഇവര് യേശുവിനെ സ്നേഹിച്ചു. ബഥാന്യയിലെ ഈ വീട്, ഇതിനെപ്പറ്റി വേറെ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് ഇവരുടെ അപ്പനെ പറ്റി അവിടെ വിശദീകരണം ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും കുഷ്ഠരോഗിയായ ശിമോനാണെന്ന് ചിലർ പറയുന്നു. മത്തായി 8-ാം അധ്യായത്തിൽ അപ്പോൾ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്ക വന്നു. ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം.
മത്തായി 5:6-7 അധ്യായം ഗിരിപ്രഭാഷണം, പർവ്വത പ്രസംഗം. ആ പർവ്വത പ്രസംഗം ഏതാണ്ട് 28 സബ്ജക്റ്റുകൾ പ്രധാനമായി യേശു സംസാരിച്ച് അനന്തരം പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി ദൂരെ നിൽക്കുക. കാരണം ഇവൻ അശുദ്ധനാ, പുലമ്പിക്കൊണ്ടിരിക്കണം. ആരോടും അടുക്കാൻ ചെല്ലാൻ ഒക്കത്തിൽ, ആരും അടുക്കത്തുമില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ. അവൻ അകന്നു നിന്നു ചോദിച്ചു, ഗുരു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഇവന്റെ മനോവേദനയും മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കി യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. യേശു തൊട്ടു, അവൻ സൗഖ്യമാക്കി, അവന് വിടുതൽ കിട്ടി. അപ്പോൾ ഈ കുഷ്ഠരോഗിയായ ശിമോൻ, അദ്ദേഹത്തിന്റെ വീടാണെന്നാ പറയുന്നത്. ആയിക്കോട്ടെ, 3 പേരെ എടുത്തു പറയുന്നു. 1 മാർത്ത, 2 മറിയ, 3 ലാസർ. അതിനെപ്പറ്റി പറയുന്നത്, മാർത്ത വിവാഹിതയായിരുന്നു, പിന്നെ വിധവയായി. മറിയെ വിവാഹം കഴിച്ചിട്ടുമില്ല. ലാസർ ഇവരുടെ സഹോദരനാണ്. അദ്ദേഹത്തിനൊരു ചെറിയ ജോലി, ന്യായപ്രമാണം പകർത്തിയെടുക്കുന്ന ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നെന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് തുച്ഛമായ ഒരു വരുമാനം കിട്ടും. പള്ളിക്കായതുകൊണ്ട് അധികം കാശ് കിട്ടാൻ സാധ്യത ഇല്ല, പള്ളിയിലോട്ട് കൊടുക്കുകയാണല്ലോ. പണ്ടൊരാൾ ചോദിച്ചു, ഈ നിങ്ങൾക്ക് രൂപതയുണ്ടല്ലോ എന്ന്. അപ്പം ഒരാൾ പറഞ്ഞു, അത് രൂപാത്ത അതാണ് രൂപാത്ത, അതാ രൂപത, അങ്ങനെ രൂപാത്ത. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ. അപ്പൊ ഈ ന്യായപ്രമാണം പകർത്തി എഴുതുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനം പെങ്ങളുടെ കയ്യിൽ കൊടുക്കുവന്ന. അല്ലാതെ ലാസർ മുടുത്തൊരു മൊബൈൽ മേടിച്ച് രാത്രി കലങ്കിയെ പോയിരിക്കുകയല്ല, വരിക്കാത്ത പോലും കയറുന്നില്ല. ഇപ്പോഴത്തെ ലാസറല്ല അങ്ങനെ. ഇപ്പോഴത്തെ ലാസർ നിങ്ങൾ നോക്കിയേ, നമ്മൾ ഈ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് രാത്രി വണ്ടിയെ വരും, മിക്കതും റോഡിലാണ്. എന്തുകൊണ്ട് നീ ഇരുട്ടത്തൂടെ വന്ന് പാമ്പ് നിന്നെ കൊത്തരുത്. ആ പുല്ലിൻ്റെ എവിടെയും ഒക്കെ അകത്ത് കയറി, കാരണം അകത്ത് കയറി നിന്ന് മിണ്ടാൻ പറ്റാത്ത കാര്യമായും വെളിയിൽ കൂടെ അകത്ത് ചെന്നാൽ പെണ്ണം വേണ്ട. അപ്പം പെണ്ണമ്മ ടെറസിൻ്റെ മണ്ടയല്ല, എവൻ റോഡിലും. അത് പോട്ടെ, ആട്ടെ, നിന്റെ കാര്യത്തിലൊരു തീരുമാനമാകുന്നുണ്ടല്ലോ, അത് വലിയ കാര്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാസർ ഈ കിട്ടുന്ന വരുമാനം പെങ്ങളുടെ കയ്യിൽ കൊടുക്കും. പെങ്ങള്, മൂത്ത പെങ്ങളാ, വിധവയാ. അപ്പോൾ ആ സ്ത്രീ ഇത് സുവിശേഷത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന എന്ന് പറഞ്ഞാൽ യേശുവും ശിഷ്യന്മാരും ഈ വീട്ടിൽ വരികയും പാർക്കുകയും. അപ്പോൾ കർത്താവിനെ ഇവർ ശുശ്രൂഷിക്കും. വിശേഷിച്ച് മാർത്ത ആ ശുശ്രൂഷ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി അലറുന്നല്ല. ഇപ്പോഴത്തെ പല മാർത്തയും സ്റ്റേജിൽ ഭയങ്കര കസർത്ത, വീട്ടിലൊരു തോരൻ വെക്കാൻ പോലും മാർത്തയ്ക്ക് അറിയാൻ മേല. മാർത്ത തോരൻ വെച്ചപ്പോൾ അടിയിൽ പിടിച്ചു. ഞങ്ങളുടെ ഒരു മാർത്ത തോരൻ വെച്ചപ്പം മെഴുക്ക് പുരട്ടി വെച്ചപ്പോൾ അടിയിൽ പിടിച്ചു. അപ്പം ഞാനും ഉണ്ട് ഭക്ഷണത്തിന്. അപ്പം മാർത്തയുടെ ഭർത്താവ്, മാർത്തയെ നല്ല പേര്, ഭർത്താവ് പറഞ്ഞു, എടി ഇത് കരിഞ്ഞല്ലോ. ഉടനെ മാർത്തയുടെ അല്ല, മനുഷ്യ ശരീരത്തിന് ചില കരി ആവശ്യമാണ്. അതാണ് മാർത്ത. അപ്പം പുള്ളി പറഞ്ഞു, അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്യും, നീ കരി ആവശ്യമാണെങ്കിൽ നീ ഒരു 5 ചിരട്ട കത്തിച്ച് കരിച്ച് ചില തേങ്ങാപ്പീരും തിരികിയിട്ട് എനിക്ക് തരികയാണെങ്കിൽ, കാരണം കരി ആവശ്യമല്ലേ. അപ്പം ഇപ്പോഴത്തെ മാർത്തയുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പം അന്ന് ആ മാർത്ത ശുശ്രൂഷ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചെന്നോ ദൂത് പറഞ്ഞെന്നല്ല, നാടൻ ഭാഷ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ അടുക്കളയിൽ പെരുമാറുന്നെന്ന് ഞാൻ മാന്യ സഹോദരിമാരോട് പറയാം. അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് എല്ലാവരെയും അറിയത്തില്ല, അതുകൊണ്ടാണ്. അറിയാവുന്നവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതിന് അറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട ലീലാമാമ നന്നായിട്ട് അടുക്കളയിൽ പെരുമാറും. വിശേഷിച്ച് അമ്മാമ്മച്ചിയെ ശുശ്രൂഷിച്ചു, അതൊക്കെ വലിയ കാര്യമാണ്. ഞാനത് മിക്കപ്പോഴും ഓർക്കും, പലരോടും പറയാറുണ്ട്. മൂത്ത നാത്തു നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം, അത് വലിയ കാര്യമാണ്. അതൊരു വലിയ ശുശ്രൂഷയാണ്. ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പം ഭക്ഷണമൊക്കെ പാകപ്പെടുത്തി ക്രമപ്പെടുത്തി, അങ്ങനെ ധാരാളം മാന്യ ദൈവദാസിമാരുണ്ട്. പക്ഷെ അവരെ സ്റ്റേജിൽ കാണുന്നില്ല. അല്ല, സ്റ്റേജിൽ കാണുന്ന പലർക്ക് ഇത് ചെയ്യാനും എന്നും ശുശ്രൂഷയാണ്. ഇന്നിവിടെ ശുശ്രൂഷ, നാളെ ശുശ്രൂഷ. രാവിലെ ഇറങ്ങി പോകുന്നത് ഭർത്താവ് പറഞ്ഞ് മേരി ഇച്ചിരി കട്ടൻ, പിന്നെ കുട്ടൻ, ശുശ്രൂഷ. അത് വേറൊരു വിഷയം, പോട്ടെ. നാളെ ഞാൻ വേറെ കരുതി കൂട്ടി വന്നിട്ടുണ്ട്, നാളെ വേറെയാ. ഇന്ന് ഈ നിലയിൽ പോട്ടെ.
അപ്പൊ ശ്രദ്ധിക്കുക, മാർത്ത നന്നായി ശുശ്രൂഷ ചെയ്യുകയാണ്. ഗുരു ഈ വീട്ടിൽ വന്നിരിക്കും, യേശുവും ശിഷ്യന്മാരും. അപ്പൊ ആ കൂടെ ഒരുത്തനുണ്ട്, യൂദ ഇസ്കറിയോത്താവ്. അവനെ ഒടുവിൽ ബഥാന്യ വെച്ച് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വിദ്വാൻ കുട്ടിച്ചൻ ഒരു പാട്ട് പാടി. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിലൊരുത്തനാം യൂതൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അത് പാടാൻ നേരമില്ല, സമയം ഇല്ല, അതുകൊണ്ടാണ് നാളെ ഇച്ചിരി നേരത്തെ തുടങ്ങാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു ഈ വീട്ടിൽ വന്ന് ശുശ്രൂഷ ചെയ്യും. ഇവർ യേശുവിനെ ബഹുമാനിച്ച് ആദരിക്കും. ഈ ഭവനത്തെ യേശു നന്നായി സ്നേഹിച്ചു. എന്തിനേറെ യെരുശലേമിനടുത്തായി ബഥാന്യ. നിങ്ങൾ ഇസ്രായേലിൽ ആരെങ്കിലും പോയോ? ഇല്ല. അവിടെ ആരെങ്കിലും പോയവരുണ്ടോ? പോത്തച്ചാൻ പോയെന്ന് തോന്നുന്നു. ആ, ചെറിയ ഇറക്കമാണെന്നാ പറയുന്നല്ലയോ ബഥാന്യ എന്ന് യെരുശലേമിലോട്ട്. ആ, അങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക്, ഞാനും ഒന്ന് പോയിട്ട് വരട്ടെ, എന്നാലും കൃത്യം പറയാം. എന്നാലും ബഥാന്യ യെരുശലേം അടുത്തടുത്തല്ലയോ പോത്തച്ചായ? നിങ്ങൾ വണ്ടിക്കാണോ പോയെ? ആ, പോയില്ലേ? പോയില്ലെന്നാണോ പറഞ്ഞേ? അന്ന് നമുക്ക് ഒരിക്കൽ ഒന്നിച്ച് പോകാം. അപ്പൊ പോയിട്ട് വന്നോണ്ടവർ പറയുന്നത് ബഥാന്യയിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ യെരുശലേമേ, അപ്പൊ അങ്ങോട്ട് പോവുക. അപ്പം യേശു വരുമ്പോൾ ഈ വീട്ടിലൊന്ന് വിശ്രമിച്ച് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം യെരുശലേമിലോട്ട് പോവുക. അപ്പോൾ തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ സമയം കണ്ടെത്തി ഭവനത്തിൽ യേശു വിശ്രമിക്കും. ശിഷ്യന്മാരും കൂടെയുണ്ട്. ഈ ഭവനം യേശുവിനെ ആദരിച്ചു, ശുശ്രൂഷിച്ചു. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. ചില നാളുകൾ കഴിഞ്ഞ് ഒരിക്കൽ താൻ സ്നേഹിച്ച ഈ ലാസർ ദീനമായി. യേശുവിന് അറിവ് കൊടുത്തു, നീ സ്നേഹിച്ച നിന്റെ സ്നേഹിതൻ ലാസർ ദീനമാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, വന്നെന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാം, അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. യേശു പോയില്ല. ദീനം കഠിനപ്പെട്ടു, യേശു പോയില്ല. ഒടുവിൽ ലാസർ മരിച്ചു, യേശു പോയില്ല. നിങ്ങൾ വല്ലവരുമായിരുന്നല്ലോ, യേശുവിനെ നാറ്റിക്കാവുന്നതിൻ്റെ പരമാവധി നാറ്റിക്കും. മാധ്യമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, ഫേസ്ബുക്കിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും. പിന്നെന്തുവാ അല്ലേ? ഓ, അത് രണ്ടും അല്ല, വേറെ ഉണ്ടെന്ന്. എന്തോ ഞാൻ പറഞ്ഞാൽ തെറ്റും. എങ്ങനെ? അത് ഞാൻ പറഞ്ഞാൽ തെറ്റും. രണ്ട് ഗ്രാമിൻ്റെ കാര്യമാണ് പറഞ്ഞ്. അപ്പൊ ഇതിനകത്തൂടെ എല്ലാം യേശുവിനെ പരമാവധി തേജോവധം ചെയ്യും. ഇതുപോലെ നന്ദി കെട്ടൊരുത്തൻ, ഇയാൾ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു. അയാൾ തന്നെയാണോ വരുന്നത്? അയാളുടെ കൂടെ കള പോലെ ഒരു 10-12 എണ്ണം ഓമാരാന്ന തീറ്റിപ്പണ്ടാരങ്ങൾ ഉള്ള. നിങ്ങളതിനപ്പുറം പറയും. ഇപ്പം ഇങ്ങനെ പമ്മി തലയെ തുണിട്ട് ഓ പിന്നെ കൊള്ളാം, കപ്പലേ നീയാടി പ്ലെയിനെ കയറുന്ന ഒരെണ്ണം ഉണ്ട്, അപ്പുറം പറയും. പറയാനാന്നാ നമുക്കറിയാൻ മേലാത്ത ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ യേശുവിനെ നാറ്റിക്കാവുന്നതിന്റെ പരമാവധി നമ്മളാണ് നാറ്റിക്കും. പക്ഷെ ഈ സഹോദരിമാരൊന്നും പറഞ്ഞില്ല കേട്ടോ. വെച്ച് വിളമ്പിയതോ കൊടുത്തതോ മേടിച്ചതോ ഒന്നും വേണ്ടിയില്ല. യേശു പോയുമില്ല, മരിച്ചിട്ടും പോയില്ല. എന്നാണ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാന്യ വരെ ഒന്ന് പോകാം. അവര് തെളിച്ച് പറഞ്ഞില്ലെങ്കിലും തോമാച്ചൻ പെട്ടെന്ന് പറഞ്ഞു, ആ നമുക്കും പോയി ചാകാന്ന് പറഞ്ഞു. അത് കാരണം പറയാനുള്ളതിന്റെ ഒരു വശം ഇതാ, ആ വീട്ടിൽ എത്രയോ നാള് പോയി തിന്നു കുടിച്ചു. ആ സഹോദരിമാരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നു. ഒരു നന്ദി വേണ്ടായോ? 2, ആട്ടെ ആ ചെറുക്കൻ ദീനമായി കിടന്നപ്പോ ഒന്ന് പ്രാർത്ഥിക്കണ്ട. ഇങ്ങേർക്ക് പോകാൻ മേലെ ഞങ്ങളെ ആരെങ്കിലും ഒരാളെ ഒന്ന് വിട്ടില്ല. ആട്ടെ എന്നാ മരിച്ചു കഴിഞ്ഞെങ്കിലും ഒന്ന് പോകണ്ടേ? ഇപ്പോൾ അന്ന് ചെന്ന അനുശോചനം പറയാം. ഇന്നാളൊരു അനുശോചനത്തിൽ പോയപ്പോൾ 234 പേര് പറഞ്ഞു. പിന്നെ നിൽക്കുക ആള്, പിന്നെ ആള് നിൽക്കുക, പറയുന്നതെല്ലാം തന്നടി. സ്തോത്രം. പണ്ടൊരാൾ മരിച്ചു കിടന്നപ്പോൾ അറിയത്തില്ല, എന്നാലും വന്നങ്ങ് പറയുക ഈ വാത്സല്യ അച്ചായന്. അപ്പൊ ഭാര്യയും പിള്ളേരും കരഞ്ഞിരിക്കുക. അച്ചായനെ അറിയാം, മഹാമനസ്കനാണ്, ആർദ്രതയുള്ള, അനുകമ്പയുള്ള, ദയുള്ള, കരുണയുള്ള, ഇതുപോലെ ദയാലുവായൊരു മനുഷ്യൻ. അപ്പൊ ഭാര്യ കണ്ണുനീര് തുടച്ചേച്ച്
മോനോട് ചോദിച്ചു, ജോണിക്കുട്ടി നമ്മുടെ അച്ചായൻ്റെ കാര്യം തന്നെ ആണെന്നോ പാസ്റ്റർ പറഞ്ഞു? കാരണം തള്ളക്കറിയാം ഇയാൾ ആരാണ്. ഇതുപോലെ ആർദ്രത, പിന്നെ നല്ല പേര് ഞാൻ പറയുന്നില്ല. പണ്ട് ഒരു ജനപ്രതിനിധിയാ ഒരു വീട്ടിൽ മരണം, അവരങ്ങനെ യാത്ര പോകുമ്പോൾ മരണ വീട് കാണുമല്ലോ, കണ്ടോണ്ട് ചാടി കയറി. ഇലക്ഷൻ്റെ സമയമാണ്. ചാടി കയറി സംസാരിച്ചു. ഞാൻ ഇതിൽ കൂടെ പോകുമ്പോൾ ഈ അച്ചായനുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഒത്തിരി കാര്യങ്ങൾ പറയും, ഞാനത് കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യും. എനിക്കൊത്തിരി നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തോട് പല കാര്യം, അദ്ദേഹം അതെല്ലാം ശ്രദ്ധിക്കുകയും ഞങ്ങൾ ഏറെ സമയങ്ങൾ സംസാരിക്കും. ജനമെല്ലാം ഇരുന്ന് ചിരിക്കുക മരണ വീട്ടിൽ. അതിൻ്റെ കാരണം പിന്നെ പുള്ളി ഇറങ്ങി കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അയ്യോ പുള്ളി പൊട്ടനും മിണ്ടാൻ മേലാത്തനുമായിരുന്നെന്ന്. ജനിച്ചപ്പോഴേ ചെവിയും കേൾക്കാൻ മേല, മിണ്ടുകൽ. ഇപ്പുള്ളിക്ക് ഇതൊന്നും അറിയാൻ മേല, കയറി കീറ്റിയതാ. അല്ലേ ജനമെല്ലായിരുന്നു ചിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ കുഴപ്പം എന്നാ എല്ലാവരും. പിന്നെ ഞങ്ങൾ മണിക്കൂറുകൾ പുള്ളിയോട് വർത്തമാനം പറയാം, പുള്ളി ഇങ്ങോട്ട് പറയുമെന്ന് പറയുമ്പോൾ ആരാ ചിരിക്കാത്തത്? അല്ല ജനിച്ചപ്പോഴേ മിണ്ടുകയില്ലായിരുന്നു, ചെവിയും കേൾക്കാൻ മേലായിരുന്നു. അപ്പം മരണ വീട്ടിലൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. ഈ അമ്മച്ചി എനിക്കറിയാം, അമ്മച്ചിയെ പോലെ ഇത്രയും അമ്മച്ചി. മരുമകൾ നിന്നെ കാണും, മരുമകളെ പൊരിച്ച തള്ളയായിരിക്കും കിടക്കുന്നത്. അവൾ ആ മുക്കിന് പറയാൻ പാഷഞ്ഞു വന്നൊരു കാര്യം പറയട്ടെന്ന്. ചിലപ്പോൾ അവളായിരിക്കും പറയുന്നത്, വേറെ പിള്ളേർ കാണും പറയാൻ. അപ്പം മരണ വീട്ടിലൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയുന്നതാ ദേഹത്തിന് നല്ലത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു ഈ മരണസമയത്തും പോയില്ല, ശിഷ്യന്മാരെയും വിട്ടില്ല. അപ്പൊ തോമാസ് പറഞ്ഞു, ഇപ്പം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പമ്മി ചെല്ലുക, സൂക്ഷം തല്ലിക്കൊല്ലും, തന്നെ യഹൂദന്മാർ കൊല്ലാനിരിക്കുകയും കൂടാ. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തെങ്കിൽ യേശുവും ശിഷ്യന്മാരും ചെന്നു. കർത്താവിനെ കണ്ടപ്പോൾ മാർത്ത ഓടി വന്ന് പറഞ്ഞു, ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, മാർത്തയെ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ഒടുക്കത്തെ പുനരുത്ഥാനം. എൻ്റെ ചിന്ത ഈ മറിയ ഗുരുവിൻ്റെ പാറപിടത്തിലിരിക്കുക, മാർത്ത അടുക്കളയെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചിന്ത മാർത്തയുടെ കാതെല്ലാം ബൈബിൾ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ ഒടുക്കത്തെ പുനരുത്ഥാനം എന്നൊക്കെ പറഞ്ഞത്. യേശു ഈ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ഇതെല്ലാം മാർത്ത ശ്രദ്ധിക്കുന്നു. അടുക്കളയിൽ പെരുമാറുന്നെങ്കിലും ഇവിടെ ശ്രദ്ധയും ചിന്തയെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞു ഒടുക്കത്തെ പുനരുത്ഥാനം. അപ്പോൾ യേശു മാർത്തയോട് പറഞ്ഞ ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ആമൻ വായിച്ചതിന്റെ പ്രധാനപ്പെട്ട ഭാഗം 25-ാം വാക്യം ഒന്നോട് വായിച്ചാട്ടെ ബഹുമാന്യ കർത്താവ്. അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു മാർത്ത ോട് പറയുക, നീ ഭാരപ്പെടരുത്, തകർന്നു പോകരുത്, തളരരുത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി ഞാൻ ചിന്തയ്ക്കായി എടുക്കുന്ന വിഷയം ഇത് തന്നെ. മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? കമ്പിവാചകം പോലെ പറയാ, മരിക്കാതിരിക്കാൻ. ആർക്കും മരിക്കാൻ മനസ്സില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ആർക്കും ചെല്ലി പറയും, എൻ്റെ അമ്മാമ്മ എനിക്ക് അങ്ങ് ചത്താ മതി. ചുമ്മാ പറയാനതാ, ചെറിയ വേദന. നീ അല്ലേ പറഞ്ഞ ചത്താ മതിയെന്ന്? എന്നാ ആശുപത്രി പോണോ? പെട്ടെന്ന് പോ. ചുമ്മാ പറഞ്ഞ മരിച്ചാൽ മതിയെന്ന്. പണ്ടൊരാൾ ആത്മഹത്യ ചെയ്യാൻ ഭർത്താവിനോട് വഴക്കുണ്ടാക്കി ആത്മഹത്യ ചെയ്യാൻ ഭാര്യ പോയി. ചാറ്റമടയത്താ മുറവും ചൂടിക്കൊണ്ട് പോവുക. അപ്പൊ ചോദിച്ചു, എവിടെ പോയി? യാകാൻ പോവുക. നീ എന്തിനാ മുറഞ്ഞു? ചാറ്റമഴ പെയ്യുന്നുണ്ട്, പനി പിടിക്കുമെന്ന്. എങ്ങോട്ട് പോവുക? ആറ്റിച്ചാടാൻ പോവുക. ആറ്റിച്ചാടുന്ന നിനക്ക് എന്തിനാ മുറം? അപ്പൊ ചുരുക്കി പറഞ്ഞ മരിക്കാൻ മനസ്സൊന്നുമില്ല എല്ലാവർക്കും. അങ്ങനെ ആർക്കും 108 എന്ന വല്യപ്പനെ വിളിച്ച് അപ്പച്ചായന് എന്നെ പറ്റിയുള്ള ദൈവാലോചന ഞാൻ ഇനിയും വീട് വെക്കുമോ ഇല്ലയോ എന്ന് 108 ആർക്കും മരിക്കാൻ മനസ്സില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് 1-2 കാര്യങ്ങൾ പറയാം. മരിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 2-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. മരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ എന്നാ ചെയ്യണം? അങ്ങനെ ചിന്തിച്ചോ. ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം, അല്ലെങ്കിൽ മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വായിച്ചേ ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 2. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു.
നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടത് നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടുന്ന് നമുക്ക് ധാന്യം കൊള്ളുവീൻ എന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന പരമപ്രധാനമായ പദപ്രയോഗങ്ങളാ. കനാൻ നാട്ടിൽ ക്ഷാമം, മിസ്രയീമിൽ ക്ഷാമം, ഉലകം മുഴുവൻ ക്ഷാമം കൊണ്ട് ജനമെല്ലാം കൊണ്ട് പൊറുതിമുട്ടി മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുന്ന കാലയളവിൽ അപ്പനാകുന്ന യാക്കോബ് തന്റെ പിള്ളേരോട് പറയുക, നിങ്ങൾ ഈ തമ്മിൽ നോക്കി നിൽക്കുന്നെന്താ? മിസ്രയീമിൽ ധാന്യമുണ്ട്, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. ഇന്ന് രാത്രി മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്തുവാ ഈ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം എല്ലാ ഭാഗവും എടുത്തു വ്യാഖ്യാനിക്കുന്നില്ല. മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് വാക്യം. എന്താ ഈ മിസ്രയീം എന്ന് പറഞ്ഞാൽ? ആത്മിക വ്യാഖ്യാനം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ തിരുവെടുത്ത് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വിവാദ അധ്യായമാണ്. കാരണം ആ അധ്യായത്തിൽ പ്രധാനമായി 2 സാക്ഷികൾ ആ പ്രധാനപ്പെട്ട വിഷയം. അത് ഹാനോക്കും ഏലിയാവുമാന്ന് പറയുന്നു, അല്ല ഹാനോക്കും മോശയും ഏലിയാവുമാന്ന് പറയുന്നു. ഇങ്ങനെ തർക്കം നടക്കുന്ന അധ്യായം. അതുകൊണ്ട് ഞാൻ ആ തർക്കത്തിലൊന്നും ഇടപെടുന്നില്ല. തർക്കം ഞങ്ങൾക്കുമില്ല, ദൈവസഭയ്ക്കുമില്ലെന്ന. അതുകൊണ്ട് നമുക്കതിലെ വിഷയം എന്ന് പറഞ്ഞേക്കാം. 11-8 വായിച്ചാട്ടെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കും. 2 സാക്ഷികൾ അവർ മരണപ്പെടുന്ന വിഷയമാ വിസ്തരിക്കുന്നില്ല. ആ 2 സാക്ഷികൾ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട് കിടക്കുന്ന വീതി അതൊരു പട്ടണമാ. ആ വീതിയുടെ വിശേഷത പറയുക ആത്മീകമായി ആമൻ സ്തോത്രം മിസ്രയീമെന്നും സോദോമെന്നും പറയുന്ന നഗരം. അപ്പൊ ആത്മീകമായി മിസ്രയീം എന്ന് പറയുന്ന നഗരം എന്താ? നഗരത്തിന്റെ ഗുണഗണം അവിടെ ഒരു പദമുണ്ട്, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടം. അപ്പോൾ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമാണ് മിസ്രയീം. അങ്ങനെയെങ്കിൽ യാക്കോബ് പറയുക, നീ മരിക്കാതെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. അർത്ഥം ഇത്രയമേ ഉള്ളൂ. നീ മരിക്കാതെ ജീവിച്ചിരിക്കണമെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാ, സഹോദര സഹോദരി, സുഹൃത്തേ, മാതാവേ, സ്നേഹിത, നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ആദ്യത്തെ കടമ്പ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. 5 പൈസ മുടക്കണ്ട, അരക്കാഴ്ച മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് യേശുവിന് കാഴ്ച വെക്കണ്ട. കോഴി വേണ്ട, താറാവ് വേണ്ട, ഏത്തക്കൊല വേണ്ട, വാഴ വേണ്ട, സ്തോത്രം മറ്റ് സ്തോത്ര കാഴ്ച വേണ്ട, വസ്തു വേണ്ട, ഒന്നും വേണ്ട, നിന്നെ മതി. ഇന്ന് രാത്രി ഞാൻ കൈവക്കാനും പറയത്തില്ല. ഇരിക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന്, ശ്രദ്ധിക്കുന്ന ഇടത്തിരുന്ന് ഒരു വാക്ക് പറ, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണം, യേശുവേ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നു, യേശുവേ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടത് എൻ്റെ പാപത്തിന്റെ പരിഹാരം വരുത്താനെന്ന് വിശ്വസിക്കുന്നു, അവിടുത്തെ പരിശുദ്ധ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുപ്പും വിടുതലുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങളെ കഴുകി എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണം. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നീ മരിക്കാതെ ജീവിച്ചിരിക്കും. ഞാൻ ഇതിനെ ചേർത്ത് പാട്ടുമൊക്കെ പാടി ഉപമകളും ഉദാഹരണങ്ങളുമൊക്കെ എനിക്ക് തരുന്ന കൃപയ്ക്കനുസരിച്ച് പറഞ്ഞ സാധാരണ പറയുന്നത്. ഇന്നതിനെ മുതിരുന്നില്ല. തന്നെയല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നില്ല. ചിലര് ബൈബിളിന്റെ സിപ്പൊക്കെ ഇട്ടെന്നെ കാണിക്കുന്നു പോകാൻ സമയമായെന്ന്. ചിലര് മൂക്കയിലിരുന്ന കണ്ണട മടക്കുന്നത് ഞാൻ കണ്ടു. സിഗ്നലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
സ്തോത്രം. നീ മരിക്കാതെ ജീവിച്ചിരിക്കും. ഓടിച്ചു പറയാം. 2, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള തിരുവെടുത്തുകൾ കർത്തദാസൻ എന്ന് വായിച്ചു സഹായിച്ചാട്ടെ. പുറപ്പാട് 30-20 മുതൽ. അവർ സമാഗമന കൂടാരത്തിൽ കിടക്കയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കൽ ശുശ്രൂഷിപ്പാൻ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അപ്പൊ ശ്രദ്ധിച്ചേ മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട 2ാമത്തെ കാര്യം എന്റെ ശൈലി പറയുക, വെള്ളം കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടൊരു പരിപാടിയുണ്ട്. എന്തിനാണെന്നറിയാമോ? നീ യാകാതിരിക്കാൻ. സ്തോത്രം. വെള്ളം കൊണ്ടൊരു പരിപാടി. ഈ വെള്ളം കൊണ്ട് കഴുകണം. എന്തിനാ? മരിക്കാതെ ജീവിച്ചിരിക്കാൻ. ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ ചാടിക്കാര് ചെയ്യരുത്, വെള്ളം കൊണ്ട് കഴുകണം. വിസ്തരിക്കുന്നില്ല. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ഉപദേശത്തോടു കൂടി പറയാ, നീ വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതായത് ഇതിന്റെ ഉപദേശം. യേശു നാമത്തിൽ മുങ്ങരുത് കുഞ്ഞച്ച. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും. അങ്ങനല്ലേ യേശു പഠിപ്പിച്ചേ. നീ യേശുവിനെ പഠിപ്പിക്കുമെന്നും വേണ്ട, യേശു പഠിപ്പിച്ച് അങ്ങ് ചെയ്താൽ മതി. യേശുവിനെ ക്ലാസ് എടുക്കാൻ നടക്കുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത് മുഴുകൽ സ്നാനമാണ്, കൊടയല്ല, തലയ്ക്കല്ല. ബാബോ സ്നാനപ്പെടുത്തും, കരയത്തും. അങ്ങനൊന്നും അല്ല സ്നാനപ്പെടുത്താൻ പോകുന്നത്. സ്നാനപ്പെടേണ്ട വ്യക്തിയും സ്നാനപ്പെടുത്തേണ്ട വ്യക്തിയും 2 പേരും വെള്ളത്തിൽ ഇറങ്ങണം. അല്ല ഡെവറായിക്കകത്ത് വെള്ളം എടുക്കുകയല്ല. പഴയ പാത്ര ഡെവറ കേട്ടിട്ടില്ലേ? പിന്നെ ഡെവറായ്ക്കകത്ത് കാപ്പൂടി ചൂപ്പാട് വന്നതാണ്. അമ്മ ഡെവറായ്ക്കകത്തെടുത്തല്ല സ്നാനപ്പെടുത്തുന്നത്, വെള്ളത്തിൽ ഇറങ്ങണം. 2 പേരും വെള്ളത്തിൽ ഇറങ്ങി, 2 പേരും വെള്ളത്തിൽ നിന്ന് കയറി. അങ്ങനെയൊക്കെയാ പുസ്തകത്തിലെ വാക്യം. അയ്യോ നടന്നല്ലയോ വന്ന സ്നാനപ്പെടാൻ. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ. യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല്യ നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല്യ നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക നാം. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. യേശുവിൽ സ്നേഹമുള്ള സോദരരെ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദി ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിത്രം ഓർത്തിടുവീൻ. പാട്ട് നല്ല പാട്ടാ, സാറിൻ്റെ പാട്ടാ. എല്ലാം പാടാൻ നേരമില്ല. പാട്ട് പാടിയാൽ തന്നെ അതിനകത്ത് മുഴുവൻ ഉപദേശമുണ്ട്. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യോഹന്നാൻ സ്നാപകൻ യേശുവിനോട് ചോദിക്കുക, അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നോ. യേശു പറയാ, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്കു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. അടിയില മുക്കണം. വെള്ളിക്ക് തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ. തങ്കച്ചാ ഡെവറായിക്കകത്തല്ലെന്ന്, വെള്ളത്തിനടിയിൽ അല്ല, ഇങ്ങനല്ല.
വെള്ളിക്കു തോൽവി നൽകും വെള്ളത്തിരക്കടിയിൽ കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയാവൻ. ആ നേരത്തെ കൊല്ലമെല്ലാം വെള്ളത്തിൽ മുക്കി അടക്കുകയല്ലേ. കൊള്ളിച്ചു മുൻകഴിഞ്ഞ കൊല്ലങ്ങളാകയാവൻ ഉയർപ്പിൻ കഞ്ചുകത്ത് നമ്മൾ ധരിക്കും അന്ത്യനാളിൽ. ഭൂമിയിൽ മൂവരല്ലോ സാക്ഷ്യം പറവാതോർത്താൽ ആത്മാവും വെള്ളമതും പിന്നീട് ശോണിതവും. ആത്മാവും രക്തവും വെള്ളവും, ആത്മാവും നീട് ശോണിതവും ഇവയിൽ വെള്ളമത്രേ സാക്ഷ്യം വാങ്ങിപ്പതി സമയ. നീ വെള്ളത്തിൽ മുങ്ങുമ്പം ഈ വെള്ളം നിനക്ക് വേണ്ടി സാക്ഷി പറയും. മനസ്സിലായോ? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. എന്തിന്? നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ. വിസ്തരിക്കാൻ നേരമില്ല, പെട്ടെന്ന് അങ്ങ് നിർത്തിയേക്കാം. അപ്പൊ ഒന്ന് മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ടത്, ഒന്ന് ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇത് പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ച സമ്പ്രദായമല്ല, ദൈവം തമ്പുരാൻ മുന്നേ ഒരുക്കി വെച്ചിരുന്നതാണ്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് മുൻകുറി. കൊരിന്ത്യ ലേഖനം 10 പഠിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരല്ല മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റുന്ന അവര് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചെന്ന ഇത് സ്നാനത്തെ കാണിക്കുന്നതാ. നീ സ്നാനപ്പെട്ടേക്കുൾ എന്തിന്? മരിക്കാതെ ജീവിച്ചിരിക്കാൻ. 3 ഓടിച്ചു പറയാം. മരിക്കാതെ ജീവിച്ചിരിക്കാൻ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവെടുത്തൊന്ന് വായിച്ചേ കർത്തൃദാസനെ. പുറപ്പാട് 28 അതാണ് തോന്നുന്നത്, എനിക്കൊരു ചെറിയ തപ്പൽ പോലെ തോന്നി. അതാണ് 28 31 മുതലൊന്ന് വായിച്ചേ. 28 31 മുതൽ പുറപ്പാട്. അത് തന്നെ. ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ടുണ്ടാക്കണം. ഏഫോദിന്റെ അങ്കി മുഴുവൻ നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ അതിന്റെ നടുവിൽ ഒരു ദ്വാരം ഉണ്ടായിരിക്കണം. തല കടപ്പാൻ ഒരു ദ്വാരം വേണം. വെടലി അങ്ങോട്ട് കടത്താൻ ഒരു ദ്വാരം ഉണ്ടായിരിക്കണം. പിന്നെ ദ്വാരത്തിന് നെയ്ത്തുപണിയായ ഒരു നാട ചുറ്റിലും വേണം. പിന്നെ അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം കൊണ്ട് ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. പിന്നെ നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ മാതളപ്പഴം ഉണ്ടായിരിക്കണം. മാതളപ്പഴം ചുറ്റും നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചാത്ത പഞ്ഞി നൂലും അതിന് വേണം. നീലനൂൽ, ധൂമ്രനൂലും ചുവപ്പും പിരിച്ചാത്ത പഞ്ഞി നൂലും 4 നിറം കലർന്ന മറയതിൻ പ്രകാരം ബാലനിലൻ ഊതിച്ചേലോകീൻ രാജന്റെ ശീലഗുണമോരോ നോതും എന്തു മനോഹരമേ ഈ കാണുന്ന എന്തോരതിശയമേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നീലനൂല്, പിന്നെ ധൂമ്രനൂല്, ചുവപ്പ് നൂല് എന്നിവ കൊണ്ടും ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് മാതളപ്പഴത്തിന്റെ ഇടയ്ക്ക് അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കി. പൊന്മണി നമ്മുടെ പര താമസിക്കുന്ന പൊന്മണി അല്ല, പൊന്നുകൊണ്ട് മണി ഉണ്ടാക്കണമെന്നാ. നമ്മുടെ പര ഒരു പൊന്മണിയുണ്ട്, പൊന്മണി. പിന്നെ അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും പൊന്മണി, ഒരു മാതളപ്പഴം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റിനും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, പിന്നെ ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, പിന്നെ ഒരു പൊന്മണി, ഇപ്പോൾ ഒരു മാതളപ്പഴം. ഇങ്ങനെ വേണം ശുശ്രൂഷ ചെയ്യുകയിൽ. അതാ വിഷയം. 35-ാം വാക്യമല്ലേ? അതെ, 35-ാം വാക്യം. ശുശ്രൂഷ ചെയ്യയിൽ അഹരോൻ അത് ധരിക്കണം. അഹരോൻ ഇത് ധരിച്ചേച്ച് വേണം അകത്തോട്ട് ശുശ്രൂഷയ്ക്ക്. അല്ല കിടന്ന കിടപ്പിലല്ല പാഷാരണം പറഞ്ഞു വരുന്നത്. ഒക്കെ ധരിച്ചുകൊണ്ട് വരണം.
ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുൻപാകെ യഹോവയുടെ മുൻപാകെ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് ശബ്ദം കേൾക്കണം. ഇതിന്റെ ശബ്ദം കേൾപ്പിക്കണം. ഏതിന്റെ? മണിയുടെ ശബ്ദം. ക്ലിങ് 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 അങ്ങനെ കേൾപ്പിക്കണം. ഇല്ല ചത്തുപോകുന്ന. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിന്റെ ചുറ്റും ഒരു മാതളപ്പഴം, ഇപ്പുറം ഒരു മണി, ഇപ്പുറം ഒരു മാതളപ്പഴം, അതിന്റെ അപ്പുറം ഒരു മണി. അത് വെളുപ്പിൽ ഇങ്ങനെ ചുറ്റും. മോനെ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? എന്തുവാ? മണിയടി കേൾക്കുമെന്നറിയാം. അപ്പൊ ഇതിങ്ങനെ ചുറ്റും ഇത് ശുശ്രൂഷ ചെയ്യുകയിൽ ഇത് ധരിക്കണം. അപ്പൊ ധരിക്കുമ്പോ ഇത് ശബ്ദം കേൾക്കണം. എന്നാ ചെയ്യണം? ഒരു മാതളപ്പഴം, ഇപ്പുറം ഒരു മണി, പിന്നിപ്പുറം ഒരു മാതളപ്പഴം, ഇപ്പുറം ഒരു മണി. ഇതെല്ലാം ധരിച്ച കയറി ശുശ്രൂഷയ്ക്ക് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കേ. ശുശ്രൂഷ ചെയ്യുമ്പം അഹരോൻ ഇങ്ങനെ നിന്ന ഒരു ശബ്ദവും കേൾക്കുകയല്ല. മനസ്സിലായി കാണും. ശുശ്രൂഷയുടെ മുഖത്താണ്, അനങ്ങുന്നില്ലല്ലോ. ദീർഘവർഷങ്ങളായി ശുശ്രൂഷയുടെ മുഖത്താണ്, അനക്കമൊന്നുമില്ലല്ലോ. നീ 80 കിലോ ഉണ്ട്, ഇന്ന് വരെ 20 കിലോ, ഒരു 1/2 കിലോയുടെ സ്വോത്രം നീ പറഞ്ഞോ? നിന്നെ പെട്ടിത്രാസ കയറ്റി നിർത്തിയ 80-85 അസ്ഥിത്തൂക്കം ഉള്ളത് കൊണ്ടേ ഇന്ന് വരെ നീ ഒരു 1/4 കിലോയുടെ സ്വോത്രം പോലും പറഞ്ഞില്ലല്ലോ കുഞ്ഞന്നാമ്മേ. 7 ചപ്പാത്തി വരെ കഴിക്കുകയല്ലേ, അതിനടുത്ത കറിയും, പിന്നെ ബാക്കി വരുന്നത് മൊത്തവും. ചെല്ലു പറഞ്ഞു, ഓ ഇനി അത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറ്റില്ല, എന്നാൽ ഇങ്ങോട്ട് വെച്ചേക്കാന്ന്. നമ്മൾ അവർക്ക് കനം കുറഞ്ഞവർ കഴിക്കുക, അതും കഴിക്കും. പിന്നെ ഈർക്കലി പരിവുള്ളൊരുത്തിന് എനിക്കറിയാം, 12 പൊറോട്ട വരെ കഴിക്കും. ഞാനാ കൊടുത്തത്. അല്ല കഴിച്ചോ? ആ കഴിക്കുന്ന ആക്കത്തിന് നീ ഒരു ഹല്ലേലൂയ പറ. അതാ വിഷയം. കഴിക്കരുതെന്നല്ല, അത് അവനവൻ്റെ പ്രകൃതിയും വിശപ്പും ശരീരത്തിൻ്റെ കഴിച്ചോ ഇഷ്ടം പോലെ കഴിക്കണം. തൃപ്തിപ്പെടണമെന്നല്ലേ കർത്താവ്, അങ്ങനല്ലേ തൃപ്തിപ്പെടുത്തിയെന്നല്ലേ. കഴിച്ചോ, പക്ഷേ ആ കഴിക്കുന്നതിനനുസരിച്ച് നീ ഒരു ഹല്ലേലൂയ പറ. നീ ഹല്ലേലൂയ ഹോളു അങ്ങനാന്നോ ഹല്ലേലൂയ പറയുന്നത്? സ്തോത്രം പറഞ്ഞ. അപ്പൊ അഹരോൻ ഇതെല്ലാം ധരിച്ച് അകത്ത് കയറി അനങ്ങാതെ നിന്നാൽ ശബ്ദം കേൾക്കുകയല്ല. അപ്പോൾ അഹരോൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് നിൽക്കണം. ഇങ്ങനെ ശരീരമെല്ലാം ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് നിൽക്കുമ്പോൾ ഈ വിളിമ്പിന് ചുറ്റോട് ചുറ്റി കിടക്കുന്ന മണി മാതളപ്പഴം എന്ന് പറഞ്ഞാൽ, ഈ മാതളപ്പഴം ചെന്ന ഇപ്പറ കിടക്കുന്ന പൊന്മണിക്കിട്ട് ഒരടി ഗ്ലോറി. അപ്പോൾ ഈ പൊന്മണി ഇപ്പറ കിടക്കുന്ന മാതളപ്പഴത്തെ ചെന്ന് ഒരു മുട്ട്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മാതളപ്പഴം അപ്പുറ കിടക്കുന്ന പൊന്മണിക്കിട്ട് ഒരു മുട്ട്, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ആ മാതളപ്പഴം അപ്പുറ ചെന്നത് മുട്ടുമ്പം ഹല്ലേലൂയ. അപ്പൊ ഇപ്പുറത്തെ മാതളപ്പഴം വിക്ടറി, പിന്നെ ഗ്ലോറി, വിക്ടറി, കാൽവറി, ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കും. മനസ്സിലായോ? മിക്കവാറും നീ ചാകാനാ സാധ്യത. ശബ്ദമൊന്നും കേൾപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എത്തുപോകാതിരിക്കാൻ കുഞ്ഞമ്മേ നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കേ. ഇതിൻ്റെ ശബ്ദം കേൾപ്പിക്കണം. എന്തുവാ ശബ്ദം? ഇത് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം. മാതളപ്പഴവും പൊന്മണിയും കൂടെ ഇടകലർന്ന് അതിങ്ങനെ കൂട്ടിമുട്ടണം, ശബ്ദം കേൾപ്പിക്കണം. എന്തുവാ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ആത്മനിറവിൽ അന്യഭാഷയിൽ നീ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പറഞ്ഞു വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇതാരുടെയും കുത്തകയല്ല, കേട്ട് പറയുന്നതല്ല, കൃത്രിമമായിട്ട് പറയുന്നതല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇതൊരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം കൊടുത്തതല്ല. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. നിന്നുപോയെന്ന് ചിലര് പറയുന്നു, ഇപ്പൊ ഇല്ലെന്ന് ചിലര് പറയുന്നു. ഞാൻ തർക്കിക്കാൻ ആളല്ല, തർക്കം എനിക്കുമില്ല, ദൈവസഭയ്ക്കുമില്ല. പക്ഷെ ഒരു കാര്യം പറയുക, അന്യഭാഷയിൽ സംസാരിക്കുന്നവന് ആമേൻ സ്തോത്രം വിലക്കരുതെന്ന. നിനക്കില്ലെന്നോർത്ത് ബേബിക്കുട്ടി നീ വിലക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? തർക്കിക്കൊന്നും വേണ്ട. ഇത് തർക്കത്തിനും വാദത്തിനുമുള്ള സ്ഥലവും സമയവുമല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം തരും, ദൈവം നിന്റെ മേൽ പകരും. ഗുരുവും ശിഷ്യനും തർക്കിച്ചു, രണ്ടുപേരും ജയിച്ചില്ല, രണ്ടുപേരും തോറ്റുമില്ല. എനിക്ക് തോന്നുന്നു KG കുരിയച്ചനോ KG തോമാച്ചനോ എങ്ങാണ്ടാ പറഞ്ഞത്, മതി നിർത്തേ.
ഇത് തർക്കിക്കാനല്ല, വാദിക്കാനുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. നീ പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ നിറയ്ക്കും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അന്യഭാഷയ്ക്ക് സംസാരിക്കുന്നത് വിലക്കരുത്. അവരും ദൈവത്തോടാ സംസാരിക്കുന്നത്, മനുഷ്യരോടല്ല. ഇതാരും തിരിച്ചറിയുന്നുമില്ല. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. ഇന്ന് രാത്രി ഇതിന്റെ ശബ്ദം കേൾക്കണം. ഇതിന്റെ ശബ്ദം കേൾക്കണം. എന്ത്? നീ മരിക്കാതിരിക്കാൻ ദൈവത്തിന് മകത്ത്. ആമേൻ. കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഉപദേശ വിഷയം പറയുന്നുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 കണ്ണിക തുടങ്ങുന്നിടത്ത് പൗലോസ് പറയാ, കൂടിവരവിനെ പറ്റി പറയുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 26-ാം വാക്യം, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, ശബ്ദം കേൾക്കണം, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷ ഉണ്ട്. മതി, അന്യഭാഷ ഉണ്ടെന്ന്, അന്യഭാഷ നിന്നെന്നല്ല, ഉണ്ടെന്ന ഇതിന്റെ ശബ്ദം കേൾക്കണം. ഇന്ന് രാത്രി മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് യേശുവിനോട് ചേരണം. 3, നീ ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പെട്ടെന്ന് കമ്പിവാചകം പോലെ പറഞ്ഞത് മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? പെട്ടെന്ന് വായിച്ചു. ആ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചോ ദൈവദാസനെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവെടുത്ത് പാമ്പും സ്ത്രീയും കൂടെ സംസാരിക്കുന്ന വേളയിൽ സംഭാഷിക്കുന്ന ഒരു പദമുണ്ട്. വായിച്ചേ. ഉൽപ്പത്തി. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തൊടുകയും അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നില്ല. തൊടരുത്, തിന്നരുത്, അരുത്. പാമ്പും, ഞാനിങ്ങനെ പറഞ്ഞ അമ്മാമ്മയും പാമ്പും, ആരാ? അമ്മാമ്മയും പാമ്പും. ഇപ്പൊ അവര് തമ്മിൽ ആ മിസ് കോള് വിട്ട് കളിക്കുന്നത്. പാമ്പിന്റെ മിസ് കോൾ അമ്മാമ്മ ഹായ് ഉടനെ അങ്ങോട്ട്, ഉടനെ പാമ്പിന്റെ തലയുടെ ഒരു ഫോട്ടോ അമ്മാമ്മയ്ക്ക്. അമ്മാമ്മ അന്നേരം ആപ്പിളിൻ്റെ ഒരു ഫോട്ടോ അങ്ങോട്ട്. അപ്പം പാമ്പ് ചോദിച്ചു, കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തള്ള പറഞ്ഞ് തൊടുക പോലും അരുതെന്നാ പറഞ്ഞ്. ആ അമ്മാമ്മയും പാമ്പും. അമ്മാമ്മ എവിടുത്തെ? അമ്മാമ്മ തോട്ടത്തിൽ. അമ്മാമ്മയാ ഏതൻ തോട്ടത്തിലേ. പാമ്പ് എവിടുത്തെയാ? പാമ്പ് കാട്ടിലെയാ. കാട്ടിലെ പാമ്പും തോട്ടത്തിലെ അമ്മാമ്മയുമായിട്ട് ചങ്ങാത്തം കൂടാൻ പ്രമാണമില്ല. വിസ്തരിക്കുന്നില്ല. വിസ്തരിച്ചാൽ കൊള്ളാന്നുകൊണ്ട് ഒക്കുന്നെങ്കിൽ നാളെ പറയാം. വേറെ ചില വാക്യം കൂടെ ഒക്കെ ചേർക്കണം. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ തിന്നരുത്, തൊട്ടരുത്, ഇത് വേർപാടിനെ കാണിക്കുന്നതാ എന്ന് പറഞ്ഞാൽ, നീ മരിക്കാതെ ജീവിച്ചിരിക്കണമെങ്കിൽ വേർപാട് പാലിക്കണം. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. വേർപാട്, അത് കർക്കശമായി ദൈവമക്കൾ വേർപാടും വിശുദ്ധിയും പാലിച്ചിരിക്കണം. എന്തിന്? മരിക്കാതെ ജീവിച്ചിരിക്കാൻ. ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ, പാരമ്പര്യങ്ങൾ, മാമൂലുകൾ, പിന്തുടർച്ചകളിൽ നിന്നൊക്കെ വേർപാട് പാലിക്കണം ദൈവമക്കൾ. അങ്ങനെ വേർപാട് പാലിച്ചാൽ നീ മരിക്കാതെ ജീവിച്ചിരിക്കും. സ്തോത്രം. എല്ലാം വിവരിക്കുന്നില്ല. അടുത്തത്, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? സങ്കീർത്തനം 2:12 പുത്രനെ ചുംബിച്ചോണം. സ്തോത്രം. വിവരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വാക്യം അങ്ങ് പറയുക. സ്തോത്രം. അടുത്തത്, മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? എഫേസ്യർ 6:1-2 മാതാപിതാക്കളെ ബഹുമാനിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സുടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അതൊക്കെ വിവരിച്ച് വേറെ വാക്യവും ചേർത്ത് കോർത്ത് പറയേണ്ടതാ. ഇന്ന് മുതിരുന്നില്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിലൊന്ന് സമർപ്പിക്കുക. സ്തോത്രം. കർത്താവിനെ വിശ്വസിക്കുന്ന ആരും മരിക്കത്തില്ല. അവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി മരിക്കാതെ ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം? 1, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. 2, വെള്ളം കൊണ്ട് കഴുകണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, മാതളപ്പഴത്തിൻ്റെ മണിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം കേൾക്കണം, മറുഭാഷയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം. ആമേൻ. 4, അരുതെന്ന് പറയുന്ന കാര്യം ചെയ്യരുത്, കർക്കശ വേർപാട് പാലിക്കണം. 5, ആമേൻ, പുത്രനെ ചുംബിക്കണം. സ്തോത്രം. 6, ആമേൻ, ദൈവത്തിന് സ്തോത്രം, നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം. 7, ആമേൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം, പ്രമാണത്തിൽ നിൽക്കണം. ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം.
എന്നെ കേൾക്കുന്ന ആരും നശിച്ചു പോകരുത്, ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു പോകരുത്, ആരും മുടിഞ്ഞു പോകരുത്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള നസറായം വന്നിട്ടുണ്ട്. ആ കാൽവറിയിലേക്ക് കൺകൾ ഉയർത്ത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ അവൻ ആണുകളാൽ തൂങ്ങപ്പെട്ട് അവൻ മുതുക ഉടവജാല പോലെ നീളത്ത് കീറപ്പെട്ടവനായി, രക്തം ധാരധാരിയായി ഒഴുകി മുൾക്കിരീടധാരിയായി, മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണു മൂടിക്കെട്ടി കന്നത്ത് അടിയേറ്റ് കാർക്കച്ച് തുപ്പലേറ്റ് മുൾക്കിരീടധാരിയായി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി ജീവനെ ഏൽപ്പിച്ചു തന്ന നസ്രായന്റെ സ്തോത്രമാ ആ കഷ്ടതയോർത്ത് ക്രൂശനെ ഓർത്ത് ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇന്ന് രാത്രി നീ സമർപ്പിക്ക്. നീ മരിക്കാതെ ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഞാൻ 9:30 നിർത്തുവാൻ ദൈവദാസൻ ആദ്യം പറഞ്ഞെങ്കിൽ എന്നോട് പറഞ്ഞു അല്പസമയം കൂടെ എടുത്തോളാൻ. ജേക്കബ് പാസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ് അല്പം കൂടെ എടുത്തത്. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പാടാം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഇടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഇടുമേ. നിങ്ങളെ ഇരുന്നോണ്ട് പാടിയാ മതി, എഴുന്നേക്കണ്ട. എഴുന്നേറ്റ് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകുമെന്ന് എനിക്കറിയാം. അത്യാവശ്യമുള്ളവർ ഇറങ്ങി പൊക്കൂ. അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യും ആരൊക്കെ ആ പരിചയമുള്ളൊരു വലിയൊരു കൊണ്ടുവന്നു. അപ്പൊ ഇരുന്നോണ്ട് 2 ശീല പാടി നമുക്കങ്ങ് പിടിക്കാം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് ഇടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു കൈയടിച്ച് ചേർന്ന്. വരുവീ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപമാദിയെയോ മാറാത്ത എല്ലാ ബലഹീനം, ഓ തീരാത്ത പാപം മാറാത്ത എല്ലാ ബലഹീനവും, ഓ കോരകുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയ അടിപ്പിണരാൽ വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും ഈ ശുശ്രൂഷയിൽ സഹകരിച്ച മാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരും, ഇവിടെ ഇരുന്ന് കേട്ടവരും നിന്ന് കേട്ടവരും റോഡിലും സമീപ സ്ഥലത്തൊക്കെ നിന്ന് കേട്ട എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എല്ലാവരും എഴുന്നേക്കാനാവതുള്ളവർ എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി ആമേൻ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ നമ്മളല്ല. ഓ ഈ കരമുയർത്തി കരങ്ങളുയർത്തി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ല. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം.